എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെറുപ്പക്കാരെ ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. സുദീർഘ സമ്മർദ്ദത്തെക്കുറിച്ചും അതുപോലെ കൗമാരപ്രായക്കാരും യുവാക്കളുമായവർ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പറയാനാണ് നാം തുടങ്ങിയത്. ഈ സുദീർഘ സമ്മർദ്ദം എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കൗമാരപ്രായക്കാരും യുവാക്കളുമായ കാലത്ത് അങ്ങനെ സുദീർഘ സമ്മർദ്ദം, പിയർ പ്രഷർ വളരെ കുറവായിരുന്നു. ആരും അങ്ങനെ ഒന്നിനും അധികം നിർബന്ധിച്ചിരുന്നില്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തങ്ങനെ പോകുമായിരുന്നു. മറ്റുള്ളവരുടെ സ്വാധീനം വളരെ കുറവായിരുന്നു. അപ്പോൾ എങ്ങനെ ഇത് ഫേസ് ചെയ്യാമെന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. പല കാര്യങ്ങൾ അതേക്കുറിച്ച് പറയാം. ചിലതൊക്കെ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. പിന്നെ യുവാക്കളൊക്കെ കൗമാരപ്രായക്കാരും ഒക്കെ ഫേസ് ചെയ്യുന്ന ചില മറ്റ് പ്രോബ്ലത്തെ കുറിച്ച് പറയാം. ആദ്യമായിട്ട് ഞാൻ ഈ സുദീർഘ സമ്മർദ്ദത്തെ കുറിച്ച് ചില വാക്കുകൾ പറയാം. അതിൽ ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരുടെ സമ്മർദ്ദം നമ്മുടെ മേൽ അനുവദിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മുടെ വാല്യൂസ് ഒക്കെ വെൽ സെറ്റിൽഡ് ആയിരിക്കണം. നമ്മുടെ മൂല്യങ്ങളൊക്കെ വെൽ സെറ്റിൽഡ് ആയിരിക്കണം. എങ്കിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ടതായിരിക്കുന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, മറ്റുള്ളവരെ തെറ്റായ മൂല്യങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് നോ പറയാൻ പ്രയാസമാണ്. കാരണം നമ്മുടെ മൈൻഡ് കുറച്ച് എംറ്റിയാണ്. അവിടേക്ക് അവർക്ക് പലതും ഇട്ടു തരുവാനായിട്ട് സാധിക്കും. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടയാളായതുകൊണ്ട് ആയിരിക്കാം, പിന്നെ എൻ്റെ വീട്ടിലെ വളർത്തലിൻ്റെ പ്രത്യേകത കൊണ്ടുമായിരിക്കാം, ഈ സിനിമ കാണുന്നത് തെറ്റാണെന്ന് വിശ്വസിച്ച ഒരാൾ. സിനിമയ്ക്ക് പോകുന്നവർക്ക് വിശ്വാസികൾക്ക് യോഗ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 83 വയസ്സിൽ ഒരിക്കൽ പോലും ഒരു തിയേറ്ററിൽ പോയി ഒരു പടം കണ്ടിട്ടില്ല. ഞാൻ തിയേറ്ററിൽ ഒരിക്കൽ പോയി, അമേരിക്കയിലായിരിക്കുന്ന കാലത്ത്. അത് പോയത് ഞങ്ങൾ ചർച്ചയായിട്ട് പോയതാണ്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സഭ മുഴുവനും പോയി. ബില്ലി ഗ്രഹാം സ്പോൺസർ ചെയ്തതായിരിക്കുന്ന ഒരു മൂവി. അത് കോറി ടെൻ ബൂമിൻ്റെ ലൈഫ് സ്റ്റോറി ആയിരുന്നു. അത് അന്ന് ചർച്ചുകൾക്കെല്ലാം ഫ്രീ ആണ്, ഇവാഞ്ചലിക്കൽ ചർച്ചുകൾക്ക്. അത് അങ്ങനെ ഞാനത് കാണാൻ പോയത് ഓർക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു തിയേറ്ററിൻ്റെ അകം ഞാൻ കാണുന്നത്. ഞാൻ 10ാമത്തെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ സ്റ്റുഡൻസിനെ എല്ലാം കൂട്ടിക്കൊണ്ടൊരു സിനിമയ്ക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. നല്ല സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ തെറ്റായിരിക്കുന്ന യാതൊരു വിധമായ കാഴ്ചകളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലാസ് ടീച്ചർ പറഞ്ഞു, മാറ്റ്നിക്കാണ് പോകുന്നത്, എല്ലാവരും വരണമെന്ന് പറഞ്ഞു. ഞാൻ കൈ കാണിച്ചു, സാറേ ഞാൻ വരികയില്ലെന്ന് പറഞ്ഞു. അവരോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഒരു ക്രിസ്ത്യനാണ്, എൻ്റെ വാല്യൂവിൽ നല്ല സിനിമയോ മോശമായ സിനിമയോ തിയേറ്ററിൽ പോയി സിനിമ കാണുകയില്ലെന്നുള്ളൊരു നിശ്ചയത്തിലാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫാദറുമായിട്ട് അടുത്ത് പരിചയമാണ് അദ്ദേഹത്തിന്. അപ്പോൾ പറഞ്ഞു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ വൈകിട്ട് നിൻ്റെ ഫാദറിനെ കാണും. എൻ്റെ ഫാദറോടെ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ടീച്ചറാണ്. ഞാൻ മാർ തോമസ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ഇവർ വാദ്യമാരെല്ലാ സ്കൂളിലെ വാദ്യന്മാരും 4 മണിക്ക് ഒരുമിച്ച് കൂടും, വർത്തമാനം പറയാനും ചായ കുടിക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ കാണുമ്പോൾ ഞാൻ അനുവാദം വാങ്ങിച്ചോളാം, നീ ഒന്നും പേടിക്കണ്ട. ഞാൻ പറഞ്ഞ്, എൻ്റെ ഫാദർ അനുവദിച്ചാലും വല്യപ്പൻ അനുവദിച്ചാലും സഭക്കാരനുവദിച്ചാലും ഞാൻ സാറെ വരികയില്ല, അതെൻ്റെ നിശ്ചയമാണ്. അതുകൊണ്ട് സാറിന് എന്നെ നിർബന്ധിക്കാൻ കഴിഞ്ഞില്ല. ഞാനില്ലാതെ മറ്റെല്ലാവരും സാറ് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, സദീർഘയുടെ സമ്മർദ്ദമാകട്ടെ അധ്യാപകന്റെ സമ്മർദ്ദമാകട്ടെ എൻ്റെ മേൽ അന്ന് ഫലിച്ചില്ല. കാരണം എനിക്ക് ആ ഒരു വിഷയത്തിൽ എൻ്റെ മൂല്യം സെറ്റിൽഡ് ആയിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണെങ്കിലും തിയേറ്ററിൽ പോകില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തിരുന്നു. അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പ്രഷേഴ്സിന്, സമ്മർദ്ദങ്ങൾക്ക് സാധിച്ചില്ല.
അപ്പൊ നമുക്കങ്ങനെ സെറ്റിൽഡ് ആയിട്ടുള്ള മൂല്യംസ് ഇല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും കൂട്ടുകാരൊരുമിച്ച് എല്ലാവരും പറയുമ്പോഴേ നമ്മളങ്ങ് ചെയ്യും. ഈ സതീർത്ഥ്യ സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ ഭയങ്കരമാണ്. ഒരു സൈക്കോളജി ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ കണക്ക് പഠിപ്പിക്കുന്ന സാറ് സതീർത്ഥ്യ സമ്മർദ്ദം എന്തുമാത്രം ഉണ്ട് എന്ന് പരീക്ഷിക്കാനായിട്ടൊരു കാര്യം ചെയ്തു. ആ ക്ലാസ്സിലെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള സ്റ്റുഡൻറ്റ്, എല്ലാ കണക്കിന് 100 മാർക്ക് എല്ലാ പരീക്ഷയ്ക്ക് കിട്ടുന്ന. അപ്പം മറ്റെല്ലാ സ്റ്റുഡൻസിനെയും ഓരോരുത്തരായിട്ട് തന്നെ മുറിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിക്കും. അപ്പൊ അത് നിസ്സാരമായ ചോദ്യമാണ്. 49 അധികം 51 സമം. അപ്പൊ നിങ്ങൾ എല്ലാവരും 99 എന്ന് പറയണം, എല്ലാ സ്റ്റുഡൻസും. അപ്പൊ ഈ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള കുട്ടി എന്ന് പറയുമെന്ന് അറിയാനാ. അപ്പോ എല്ലാ മിടുക്കന്മാരാണ്. 99. ഏറ്റവും അവസാനമാണ് ഇവരോട് ചോദിക്കുന്നത്. അവരോട് ചോദിച്ചപ്പോൾ അവനും പറയും 99. അപ്പൊ എന്താ പിന്നെ അവരോട് ചോദിച്ചു, എല്ലാവരും എഴുതാനാ പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് ഓരോരുത്തരും ഉത്തരം വായിക്കാൻ പറഞ്ഞു. ഇവൻ വാസ്തവത്തിൽ എഴുതിയത് 50 100 എന്നുള്ളതാണെങ്കിൽ ഇവൻ ഉത്തരം വായിച്ചപ്പം 99 പറഞ്ഞു. അപ്പൊ അവനോട് ചോദിച്ചിട്ട് കള്ളാസ് ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ അതില് 100 എഴുതിയിരിക്കുന്നത്. പിന്നെ ചോദിച്ചു, നീ എന്താ 99? സാറേ, ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും 99 ആണെങ്കിൽ അതായിരിക്കും ശരിയായ ഉത്തരവെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഈ സതീർത്ഥ്യ സമ്മർദ്ദം എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് ശരിയാണെന്ന് അറിഞ്ഞാലും നമ്മുടെ കൂടെ പോകുന്നവരും നല്ലവരും നമ്മൾ പറയുന്നവരും മിടുക്കന്മാരെന്ന് പറയുന്നവരുമായിരിക്കുന്ന ആളുകളൊക്കെ നാം ശരിയെന്ന് പറയുന്ന ചില കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുകയോ നാം തെറ്റെന്ന് പറയുന്ന ചില കാര്യങ്ങൾ ശരിയാണെന്ന് പറയുകയോ ചെയ്യുമ്പോൾ അവരുടെ കൂടെ ചേരാനുള്ളതായിരിക്കുന്ന ഒരു സമ്മർദ്ദം നമുക്കുണ്ട്. അത് ഡ്രസ്സിന്റെ കാര്യത്തില്, മുടി മുടി വെട്ടുന്ന കാര്യത്തില്, ആഹാരം കഴിക്കുന്ന കാര്യത്തില്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലുണ്ട്. അപ്പൊ നമുക്കത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ വാല്യൂസ് വെൽ സെറ്റിൽഡ് ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എവിടെ പോയാലും സത്യമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞ കാര്യത്തിന് വേണ്ടി നിൽക്കണം. തെറ്റാണ് എന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾക്ക് ആര് സമ്മർദ്ദം ചെലുത്തിയാലും വഴങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ വാല്യൂസ് അങ്ങനെ ആയിരിക്കും. ഞാൻ പഠിച്ച കാലത്തൊക്കെ ഈ കള്ളു കുടിക്കുന്ന പിള്ളേരെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. 2-3 പേരുണ്ട് കള്ളു കുടിക്കുന്നത്. അവരിൽ ഒരാൾ എന്നെ ഒരിക്കൽ എന്നോട് ഞങ്ങളോട് വാടാന്ന് പറഞ്ഞു. എൻ്റെ മേൽ പ്രഷർ ഇടാനാ. അപ്പം എന്നെ വളരെ ബഹുമാനുഷയമാണ്. ഞാൻ അവരോട് പോയി, അവരുടെ കൂടെ പോയി. ഞാൻ കള്ളുഷാപ്പിൽ പോയില്ല. കള്ളുഷാപ്പിൽ അവരിൽ വേറെ കടയിലാണ് വന്ന് അവർ പോയി ഒരു കുപ്പി കള്ളും വാങ്ങിച്ചോണ്ട് വന്നു. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു, ഞാൻ പറഞ്ഞു, പ്ലീസ് നോ, നിങ്ങൾ എനിക്കൊരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു തന്നാൽ ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞു. അവർക്ക് എന്നെ കുടിപ്പിക്കാനൊന്നുമില്ല. അവരെനിക്കൊരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു തന്നു. അവർ കള്ളെല്ലാം കുടിച്ചു. അപ്പൊ അവര് എത്ര സമ്മർദ്ദം ഇട്ടാലും കള്ളു കുടിക്കില്ല. തെറ്റാണതെന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതാണ്. അതെ, രണ്ടാമത് സമ്മർദ്ദങ്ങളെ അതിജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വെൽ സെറ്റിൽഡ് ആയിരിക്കണം. യു മസ്റ്റ് ഹാവ് വെൽ സെറ്റിൽഡ് ഗോൾസ് ഇൻ ലൈഫ്. വ്യക്തമായ ലക്ഷ്യങ്ങൾ വേണം. ലക്ഷ്യമില്ലാത്തവരെയാണ് ഏതെങ്കിലും, നിങ്ങൾ എവിടെ പോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ വേറെ ആൾ വഴിതിരിച്ചു കൊണ്ടുവരും. എങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല, വെറുതെ നടക്കാൻ ഇറങ്ങി എന്നാ വാക്കാന്ന് പറഞ്ഞ് നിങ്ങൾ പോകും. കാരണം നിങ്ങളൊരു വ്യക്തമായ ലക്ഷ്യത്തിൽ നോക്കിയല്ല പോകുന്നത്, വെറുതെ നടക്കാൻ ഇറങ്ങിയ. അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്, അവർക്ക് ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ. വ്യക്തമായ ലക്ഷ്യങ്ങളുള്ളതായിരിക്കുന്ന ആളുകളെ നമുക്ക് ചേഞ്ച് ചെയ്യിക്കാൻ വലിയ പ്രയാസമാണ്. നമ്മളെ അങ്ങ് തെറ്റിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് ലക്ഷ്യങ്ങളില്ലെങ്കിൽ എന്ത് കോഴ്സ് എടുക്കണമെന്നോ, ആരെ കല്യാണം കഴിക്കണമെന്നോ, മുടി എങ്ങനെ വെട്ടിക്കണമെന്നോ ഒക്കെ. ഞാൻ ഈ 83 വയസ്സിൽ എൻ്റെ മുടിയുടെ ഫാഷൻ, മുടിയപ്പോൾ അല്പം ഇപ്പൊ പ്രായമായപ്പോൾ കുറച്ച് വെട്ടിക്കുന്നുണ്ട്. എനിക്ക് മുടി ഒരു ഭാരമായിട്ട് തീരുന്നതുകൊണ്ട് ഞാൻ പറയും കുറച്ച് വെട്ടിയേക്കാൻ പറയും എന്നല്ലാതെ ഫാഷനൊന്നും മാറ്റുമൊന്നുമില്ല. എത്രയോ ലോകത്തിൽ ഫാഷൻ മാറ്റും. അതെ, ഇപ്പൊ എല്ലാരും ഈ കോളർ ഇല്ലാത്തതായിരിക്കുന്ന ഒരുമാതിരി ഷർട്ടുകൾ ഇറക്കാൻ തുടങ്ങി. ഉപദേശിമാരും പലരും മാർക്കറ്റ് വന്നുകൊണ്ട് തന്നെ ഇറക്കാനായിട്ട് തുടങ്ങി. അതിരുന്ന് പാവമൊന്നുമില്ല കേട്ടോ, അതിന് പാവമൊന്നുമില്ല. കോളറില്ലാത്ത ഷർട്ട് ഇട്ടിട്ടുള്ളത് പാവമാണ്. കോളറില്ലാത്ത ഷർട്ട് ഇടണമെങ്കിൽ എനിക്കൊരു ന്യായം വേണം.
ഇപ്പൊ ഇടുന്ന ഈ ഷർട്ട് മാറി ഇനി വേറെ രീതിയിലുള്ള ഷർട്ട് ഇടണമെങ്കിൽ ഒരു ന്യായം വേണ്ടേ? ഈ ചുരിദാറൊക്കെ വന്നതായിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ പെൺകുട്ടികൾ ചുരിദാർ ഇടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സാരി ഉടുത്തും കൊണ്ട് ഈ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ വെള്ളത്തെ ഇതിലൊക്കെ പിടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, കമ്പിയിലൊക്കെ പിടിക്കുന്നത്. ചുരിദാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, വെരി സേഫ്. ഇവിടെ ശരീരം എപ്പോഴും മറഞ്ഞു തന്നെ ഇരിക്കും. അപ്പോ അവർക്ക് ചുരിദാർ വാങ്ങി കൊടുക്കുന്നതിനോ ചുരിദാർ ഇടുന്നതിനോ ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, അത് പാരമ്പര്യമല്ല വിഷയം. ഏറ്റവും സേഫായിട്ട് സുരക്ഷിതമായിട്ട് ധരിക്കാവുന്ന വസ്ത്രം എന്താണോ അത് മാർക്കറ്റ് വന്ന് അത് ധരിക്കണം. നല്ലതാണ്. നമുക്ക് ചില മൂല്യങ്ങൾ വേണം, ആ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മുടെ തീരുമാനങ്ങൾ ചെയ്യാൻ. അല്ലാതെ എല്ലാവരും ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കും അങ്ങനെ ചെയ്യാമെന്ന്. നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ മുടിയൊക്കെ ഇങ്ങനെ ലോകത്തിലെ ആളുകളുടെ പോലെയൊക്കെ ആക്കിയിരുന്ന കാലമൊക്കെ ഞാനുണ്ട്. അവരെയൊക്കെ മുടി വെട്ടിക്കാനായിട്ട് വലിയ പ്രയാസമായിരുന്നെങ്കിലും അവരൊക്കെ ഇപ്പോ വേറെ ചില ചെറുപ്പക്കാരായ വിശ്വാസികളൊക്കെ ഉള്ള ചില സഭകളിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊക്കെ മുടിയൊക്കെ മാറി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ഇടയിൽ മറ്റേ ഭാഷ നടക്കില്ല. നമ്മൾ അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ വാല്യൂസ് ഒക്കെ വളരെ വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കണം. വെൽ സെറ്റിൽഡ് ഗോൾസ് ഇൻ ലൈഫ്. നിങ്ങൾ എന്തിനാ പഠിക്കാൻ പോകുന്നത്? എല്ലാവരും നേഴ്സിംഗിന് പോയതുകൊണ്ട് നമുക്ക് നേഴ്സിംഗിന് പോകേണ്ട കാര്യമുണ്ടോ? എല്ലാവരും നേഴ്സിംഗിന് പോകും, അതുകൊണ്ട് നേഴ്സിംഗിന് പോകണം. അല്ല, നിങ്ങൾ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ലക്ഷ്യം? മനുഷ്യരെ സഹായിക്കുക എന്നാണെങ്കിൽ നേഴ്സിംഗ് ഒരു നല്ല പ്രോഗ്രാമാണ്. രോഗികളൊക്കെ സഹായിക്കുക. പണം ഉണ്ടാക്കുകയാണ് എങ്കിലും അതൊരു നല്ല ലക്ഷ്യമാണ്. വിദേശത്തൊക്കെ പോയി ഇന്ത്യ ജോലി ചെയ്താലൊന്നും കാര്യമായ ശമ്പളം കിട്ടുകയില്ല, വിദേശത്തൊക്കെ പോയി. അപ്പൊ എന്തിനാണ് ഞാൻ പഠിക്കുന്ന വിദ്യാഭ്യാസം ചെയ്യുന്നത് എന്നുള്ള കാര്യം സംബന്ധിച്ചൊക്കെ നമുക്കൊരു ലക്ഷ്യം വേണം. ലക്ഷ്യമുള്ളവരെ തെറ്റിക്കാനായിട്ട് വളരെ തന്ത്രപൂർവ്വം മാർഗങ്ങളൊക്കെ ചിലപ്പോൾ ആവിഷ്കരിക്കേണ്ടതായിട്ട് വരും. സാധാരണഗതിയിൽ സാധിക്കില്ല. മൂന്നാമത് ഞാൻ പറയുന്നത്, ചൂസ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ സ്നേഹിതന്മാരെ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കണം. സൗകര്യമായിട്ട് ഒഴുകി വരുന്നതിനെ നിങ്ങൾ ആക്കരുത്. നിങ്ങളുടെ ടെമ്പറമെന്റ് തന്നെയുള്ളവരെയോ നിങ്ങളുടെ വ്യക്തിത്വത്തോടൊത്തിരി ചേരുന്നവരെയോ അതൊന്നും നോക്കിയല്ല എടുക്കേണ്ടത്. വാല്യൂസ് നോക്കി വേണം. വളരെ സൂക്ഷ്മതയോടുകൂടെ സ്നേഹിതന്മാർ. അതെ, എല്ലാവരും പരിചയക്കാരാകുന്നേ കുഴപ്പമില്ല. പരിചയക്കാർ ഒരുപാടാകട്ടെ, സ്നേഹിതന്മാർ ലിമിറ്റഡ് ആയിരിക്കണം. ഹാവ് മെനി അക്വൈൻറ്റൻസ് ബട്ട് ഫ്യൂ ഫ്രണ്ട്സ്. നിങ്ങളുടെ മൂല്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ സ്നേഹിതന്മാരായിട്ട് എടുക്കാവൂ. ഇല്ലാത്തവരെടുക്കരുത്. ഇല്ലാത്തവരെടുത്ത് അവർ നിങ്ങളെ വഴിതെറ്റിക്കും. അവരുടെ സമ്മർദ്ദങ്ങള്, സ്നേഹിതന്മാരുടെ സമ്മർദ്ദം അതാണല്ലോ തീർച്ച സമ്മർദ്ദം, അത് അതിജീവിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് സ്നേഹിതന്മാരെ വളരെ ശ്രദ്ധയോടുകൂടെ മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളെ വഴിതെറ്റിപ്പോകും. നമുക്കറിയാമല്ലോ, എ ഫ്രണ്ട് ഈസ് സംവൺ വിത്ത് ഹൂം യു റിലേറ്റ് അറ്റ് യുവർ വേവ് ലെങ്ത്. നിങ്ങളുടെ വേവ് ലെങ്തിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാവുന്ന ആളുകളായിരിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൂല്യങ്ങൾ ഒക്കെ ഉള്ള, നിങ്ങളെ പോലെ ചിന്തിച്ചില്ലെങ്കിലും സമാനമായിരിക്കുന്ന ചിന്താശൈലിയുള്ള ആളുകളെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഫ്രണ്ട്സിന് എനിക്ക് എന്നും ഫ്രണ്ട്സ് കുറവായിരുന്നു. ഐ ഹാവ് മെനി അക്വൈൻറ്റൻസ്. എല്ലാവരും എൻ്റെ പരിചയക്കാരും ഒക്കെ ആണെങ്കിലും എനിക്ക് സ്നേഹിതനെന്ന് പറയാനായിട്ട് ഉണ്ട്. അതറിയണമെങ്കിൽ എൻ്റെ പ്രാർത്ഥന ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് പേജുണ്ട്. അതിൻ്റെ അകത്ത് 4-5 പേരേ ഉള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 4-5 പേരേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട്സ്. ഇത്രയും വർഷങ്ങളിൽ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നവർക്ക് മരിച്ചുപോയി പ്രായമൊക്കെ ആയിട്ട്. ഇപ്പോൾ ഉള്ളത് 4-5 ഇല്ല, 3-4 ഫ്രണ്ട്സേ ഉള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി. ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെ ഇല്ല എനിക്ക്. ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല. നിങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആവുന്നത്, നിങ്ങളൊക്കെ സഹോദരന്മാർക്ക് കൂട്ടത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സഹോദരന്മാരുടെ കൂട്ടത്തിലാണ്, ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലല്ല. അപ്പൊ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. അയൽക്കാരോ ആയതുകൊണ്ടോ എപ്പോഴും കാണുന്നവരായതുകൊണ്ടോ ഒന്നും ഫ്രണ്ട്സ് ആകണമെന്നില്ല. കോളേജിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ നാട്ടിൽ നടന്നു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരുടെ കൂടെയൊക്കെ നടന്നു പോകും. പക്ഷെ അവരൊന്നും ഫ്രണ്ട്സ് അല്ല, അവരൊക്കെ പരിചയക്കാരാ. അവരോട് വരാൻ വേണ്ടി ഞാൻ ഒരിക്കലും കാത്തിരിക്കുകയില്ല. കൂട്ടത്തിൽ അവരുണ്ടെങ്കിൽ അങ്ങ് പോകുന്നുള്ളത്.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാലാമത് ഞാൻ പറയാനാകുന്നത് സ്റ്റാൻഡ് ഫോർ ട്രൂത്ത്. ട്രൂത്ത് ഫോർ യൂത്ത് എന്ന് പറഞ്ഞ ഒരു കോളം ഉണ്ടായിരുന്നു. ഒരു പെന്തക്കോസ്തുകാരനായ ഒരാള് ഒരിക്കൽ യുവാക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ലേഖനങ്ങൾ സീരീസ് എഴുതി എന്നോട് ചോദിച്ചു, സാറേ ഒരു ടൈറ്റിൽ പറയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ട്രൂത്ത് ഫോർ യൂത്ത്. അദ്ദേഹം തിരഞ്ഞെടുത്തു ട്രൂത്ത് ഫോർ യൂത്ത്. ഒരു ഡ്രൈവിംഗ് ആണ്, ട്രൂത്ത് ഫോർ യൂത്ത്. അപ്പോ നിങ്ങളും അങ്ങനെ വേണം, സ്റ്റാൻഡ് ഫോർ ട്രൂത്ത്, നോട്ട് ഫോർ യൂത്ത്. നിങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് വാല്യൂ ഓറിയന്റഡ് ആക്ടിവിറ്റീസിലായിരിക്കണം. മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ വേണം നിങ്ങൾ പങ്കാളികളാകാൻ, അല്ലാത്ത പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകരുത്. സ്പോർട്സ് ആയാലും ഗെയിംസ് ആയാലും ഇന്റർ കോളേജിയറ്റ് ആക്ടിവിറ്റീസ് ആയാലും ഡിബേറ്റ്സ് ആയാലും എന്തായാലും. ഒരു ഡിബേറ്റ് സൊസൈറ്റി ഇപ്പൊ ടീച്ചർ പറയാണ് നിങ്ങളോട് രണ്ട് വിഷയം അബോർഷനെ കുറിച്ചാണ് അല്ലെങ്കിൽ എവല്യൂഷനെ കുറിച്ചാണ്. ടീച്ചർ രണ്ട് പാർട്ടായിട്ട് സ്റ്റുഡൻസ് പറയുന്നത്, നിങ്ങൾ അബോർഷൻ അനുകൂലമായിട്ട് പറയണമെന്ന് പറയാൻ നിങ്ങൾ പറയും ഞാൻ അബോർഷൻ അനുകൂലമായിട്ട് പറയില്ല, ഞാൻ വിശ്വസിക്കാത്ത കാര്യത്തിന് അനുകൂലമായിട്ട് എങ്ങനെ പറയും, ഞാൻ മറ്റേ ഗ്രൂപ്പിൽ ചേർന്നോളൂ സാറേ അബോർഷൻ എതിരായിട്ട്. അതൊക്കെ ഇല്ല ഇവിടെ, അല്ല എന്നെ കൂടെ പറയാനൊക്കെ ഇല്ല. സാറ് അങ്ങനെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല, അബോർഷൻ അനുകൂലമായ വാക്കുകൾ ഞാൻ എൻ്റെ വായിന്ന് പറയില്ല, ഐ ആം എഗൻസ്റ്റ് ഇറ്റ് എന്ന് പറയാൻ കഴിയണമല്ല. ടീച്ചറോട് ആയിക്കോളാൻ പറഞ്ഞുകൊണ്ട് അതിന് അനുകൂലമായ കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അതാണ് നമ്മൾ വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ളതായിരിക്കുന്ന തീരുമാനങ്ങളാണ് എപ്പോഴും നാം എടുക്കേണ്ടത്, അല്ലാത്തവരെ എടുക്കരുത്. അപ്പൊ യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഏത് ആക്ടിവിറ്റീസിലായാലും നിങ്ങളുടെ മൂല്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണ്ട എന്ന് നിശ്ചയമാണെങ്കിൽ മാത്രമേ അതിൽ നിങ്ങൾ പങ്കെടുക്കൂ, എല്ലാത്തിൽ പങ്കെടുക്കൂ. ആക്കഡമിക്സ് മാത്രം ചെയ്താൽ പോരാ. ജവാന ഒരു കൊച്ചുകുഞ്ഞായിരിക്കുമ്പോൾ സ്കൂളില് പ്രോഗ്രാമിൽ അവളെയും ഏതൊരു പ്രോഗ്രാമിൽ ഇട്ടു, പക്ഷെ ആ പ്രോഗ്രാമിൽ പൊട്ടു കൊടുക്കും. ടീമിലുള്ള എല്ലാ പിള്ളേരും പൊട്ടു കൊടുക്കും. അപ്പോ അവള് പറഞ്ഞു ഞാൻ പൊട്ടു കൊടുക്കില്ല, അമ്മ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു ഇവിടെ വേറെ ക്രിസ്ത്യൻ പിള്ളേരുണ്ട് ഈ ക്ലാസ്സിൽ, അവരൊക്കെ പൊട്ടിടുന്നു, പിന്നെ നിനക്ക് എന്താ? ഉടനെ അവള് പറഞ്ഞു ഞാനിടുകില്ലെന്ന് പറഞ്ഞു. ടീച്ചർ എല്ലാവരെയും പൊട്ടിട്ടപ്പോ അവള് ഒരൊറ്റ തുടച്ചു വെച്ചു. പൊട്ടിടയില്ലെന്ന് ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു. ടീച്ചർ പിന്നൊന്നും പറഞ്ഞില്ല, എന്താ നീ ഇടണ്ടെന്ന്. ആ ചെറിയ പ്രായത്തിൽ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ആണെങ്കിൽ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് നല്ലതാണ്. വേറെ സന്ദർഭത്തിൽ അവൾ ചെയ്തൊരു കാര്യമാണ്, എന്തോ ഒരു പ്രോഗ്രാമത്തിന് ഓർക്കുന്നില്ല, ഏതോ ചെയ്യാൻ പാടില്ലെന്ന് അവൾക്ക് ബോധ്യമുള്ള ഒരു പ്രോഗ്രാം, ഡാൻസ് ചെയ്യുക ഏതാണ്ട് എന്തോ ഡാൻസാ. അപ്പൊ അവള് ടീച്ചറെ പറഞ്ഞു ടീച്ചറെ ഞാൻ ഡാൻസ് ചെയ്യില്ല, ആ ഡാൻസ് ഞാൻ ചെയ്യില്ല, എനിക്ക് ചെയ്യാനൊക്കില്ല. അപ്പൊ ടീച്ചർ ചെയ്ത് നോക്കുന്നു. അപ്പോഴവിടെ നിന്ന് ഉറക്കെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ ടീച്ചറിന്റെ മനസ്സ് മാറ്റണമേ, ഈ ഡാൻസ് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ടീച്ചർ പുറകിരുന്നത് കേൾക്കുക. ടീച്ചർ ചോദിച്ചു നീ എന്തുവാണ് പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിച്ചാന്ന് പറഞ്ഞു. ആ മോള് ചെയ്യണ്ടെന്ന്. അപ്പൊ ഞാൻ പറയുന്ന ഒരു സ്റ്റാൻഡ് നമ്മൾ ചെറിയ കാര്യങ്ങൾക്കായാലും വലിയ കാര്യങ്ങൾക്കായാലും എടുക്കണം. അങ്ങനെ എടുക്കാനായിട്ട് നമ്മുടെ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കണം, എങ്കിൽ മാത്രമേ അവർ ജീവിതത്തിൽ വിജയിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷെ ആളുകൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർ പറയുന്നത് കേൾക്കുക എന്നുള്ളൊരു പ്രമാണമുണ്ട്. ടീച്ചർ പറയുന്നത് കേൾക്കണം, പക്ഷെ ടീച്ചർ പറയുന്ന ശരിയായ കാര്യങ്ങൾ കേൾക്കണം. ടീച്ചർ പറയുന്ന എല്ലാം കേൾക്കേണ്ട ആവശ്യമൊന്നും. പിന്നെ അഞ്ചാമത് ഞാൻ പറയുന്നത് ബി എ ലീഡർ ആൻഡ് നോട്ട് എ ഫോളോവർ. നിങ്ങൾ എവിടെ ചെന്നാലും ഒരു ലീഡർ ആകാൻ ശ്രമിക്കണം. എല്ലാവരും കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. ലീഡർഷിപ്പ് എബിലിറ്റിയും ലീഡർഷിപ്പ് കപ്പാസിറ്റിയും എല്ലാവർക്കും സാധിക്കില്ല. ഇവാന് എവിടെ ചെന്നാലും ഒരു ലീഡറാണ്. അവന് ഹിന്ദു കോളേജിൽ പഠിച്ചെങ്കിലും അവിടെ അവനെ എല്ലാവർക്കും അറിയാമായിരുന്നു. അവനെ ഡിബേറ്റ് സൊസൈറ്റിയുടെ ചെയർമാനാണ്, വേറെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആണ്, ലീഡറാണ് ക്ലാസിന്റെ. ഇങ്ങനെ ഓരോന്നിന് ഒരു ലീഡർ. ഈ ലീഡർ ആകാൻ വേണ്ടി ലീഡർ ആകുകയല്ല. ലീഡർ ആയയുടെ ഒരു ഗുണം എന്താണെന്നറിയാമോ? മറ്റുള്ളവർ പറയുന്നത് അധികം കേൾക്കണ്ട. നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കുവാനായിട്ട് ഫോളോവേഴ്സ് ആകുമ്പോൾ മറ്റുള്ളവർ പറയുന്ന ഒത്തിരി കേട്ടെങ്കിലും. അപ്പോ
ഒരു ലീഡർ ആകാൻ ശ്രമിക്കുക. എല്ലാവർക്കും സാധിക്കില്ലെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാവരുടെയും വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമല്ലത്. പിന്നെ എല്ലാവരും വീട്ടിൽ അങ്ങനെയല്ലല്ലോ വളർത്തുന്നത്. പല അപ്പന്മാരും നീ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞല്ലേ വളർത്തുന്നത്. അവർക്ക് എന്തെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ? ലിസൺ വാട്ട് ഐ സേ എന്ന് പറയുന്ന ഇതിലാണ് വളർത്തുന്നതെങ്കിൽ ഇല്ല. അവരെ കൊണ്ട് ചെറുപ്പത്തിലെ പറയിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യുന്ന ആണെങ്കിൽ അവർ ലീഡേഴ്സായിട്ട് വരും. പക്ഷെ നമ്മളാവോളം നമ്മുടെ മക്കളെ വളർത്തുമ്പോഴും ലീഡേഴ്സായിട്ട് വളർത്തണം, നോട്ട് ഫോളോവേഴ്സായിട്ട്. ഫോളോവർ ആകണം, കർത്താവിന്റെ ഫോളോവറും സഭയിലെ മൂപ്പന്മാരുടെ ഫോളോവറും ഒക്കെ ആകണം. പക്ഷേ അവരുടെ സമൂഹത്തിൽ ഒരു ലീഡറാകണം ആവോളം എന്ന് ഞാൻ പറയും. ആറാമത് ഞാൻ പറയുന്നത്, ഹാവ് എ വിഷൻ ഫോർ എ മിഷൻ. നിങ്ങളെ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായിരിക്കുന്ന മിഷൻ സംബന്ധിച്ചൊരു ദർശനം വേണം. എ വിഷൻ ഫോർ എ മിഷൻ. നമ്മൾ കോളേജിൽ പോകുന്നതിൻ്റെ ഒരു പർപ്പസ് ഉണ്ടല്ലോ അല്ലേ? നമ്മൾ കോളേജിൽ പോയൊരു പർപ്പസ് വേണം. നമ്മൾ എവിടെ പോകുന്നതിൻ്റെ ഒരു പർപ്പസ് വേണം. ഞാൻ പത്തനംതിട്ട കോളേജിൽ പഠിക്കുന്ന കാലത്ത് കത്തോലിക്കർക്ക് പ്രാർത്ഥിക്കാൻ എല്ലാ വെള്ളിയാഴ്ചയും ഒരു മുറി ഉണ്ടായിരുന്നു. ഓർത്തഡോക്സുകാർക്കും ഉണ്ടായിരുന്നു, മാർത്തോമ CSIക്കാർക്കും ഉണ്ടായിരുന്നു. ബ്രദറൻ പെന്തക്കോസുകാർക്ക് ഇല്ലായിരുന്നു. അപ്പോ ഞാൻ പ്രിൻസിപ്പളിന്റെ അടുക്ക ചെന്നു. പ്രിൻസിപ്പൾ പോറ്റി സാറാ, നമ്പൂരിയ. സാറേ, കത്തോലിക്കർക്കും പ്രാർത്ഥിക്കാനുണ്ട്, ഓർത്തഡോക്സുകാർക്കും ഉണ്ട്, CSI മാർത്തോമാക്കാർക്കും ഉണ്ട്, ഞങ്ങൾ ബ്രദറൻ പെന്തക്കോസുകാർക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അത് സാർ മുറി അനുവദിച്ചാരോ എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ്. സാറ് പറഞ്ഞോളൂ, അത് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ല, അത് മെത്രാന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യം. അരമന എവിടെ ഉണ്ട്, നിങ്ങൾ ഇത് മെത്രാനോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോ ഞാൻ പോയി. സ്കൂൾ കഴിഞ്ഞ് 4 മണി ആയപ്പോൾ ക്ലാസ് വിട്ടപ്പോൾ ഞാൻ മെത്രാനെ കാണാൻ പോയി. മെത്രാനെ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഈ മെത്രാന്മാരെ കണ്ടിട്ടില്ല, എങ്ങനെ അവരോട് ഇടപെടുന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചെന്നപ്പോ സെക്രട്ടറി അച്ഛനുണ്ട്. അച്ഛനോട് കാര്യം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു തിരുമേനി അകത്തുണ്ട്, കയറി കണ്ടോളാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ തിരുമേനി വെച്ച് 6 കസേര കാൽ 2 എടുത്ത് വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഉറക്കമാണ്. അപ്പൊ തിരുമേനിമാരെ ഉണർത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് പരിശീലനം വീട്ടിൽ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ കയ്യിലെ ആയുധം എന്ന് പറഞ്ഞ പ്രാർത്ഥന. അപ്പൊ അവിടെ നിന്നും കൊണ്ട് ശാന്തമായി പ്രാർത്ഥിച്ചു, കർത്താവെ തിരുമേനി ഒന്ന് ഉണർത്തി തരണമെന്ന് പ്രാർത്ഥിച്ചു. അത് ഞാൻ പ്രാർത്ഥന കഴിയുകയും അടുത്തുള്ള പാറമുടെ 2-3 വെടി പെട്ട തിരുമേനി ചാടി അങ്ങ് എഴുന്നേറ്റ് ഈ പാറമുടി നോക്കുമ്പോൾ ഞാൻ മുന്നേ നിൽക്കുന്നു. മുത്താനായിട്ട് കൈ ഇങ്ങനെ നീട്ടി തന്നു. തിരുമേനിയുടെ കൈ എത്ര നീണ്ടോ അത്രയും പുറകോട്ട് ഞാൻ മാറി. അപ്പൊ തിരുമേനിക്ക് മനസ്സിലായി ഇവൻ ശരിയല്ല പാർട്ടി എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം സാധാരണ എല്ലാവരും ഉടനെ ചെന്ന് മോതിരം മുത്തുക ചെയ്യുന്നത്. ഞാൻ മോതിരം മുത്തിയില്ല, പുറകോട്ട് പറയാം. അവൻ എന്തോടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തിരുമേനി തന്നെയാണ് വിളിച്ചത്. തിരുമേനി കത്തോലിക്കർക്ക് പ്രാർത്ഥിക്കാൻ ഒരു മുറി കൊടുത്തിട്ടുണ്ട്, യാക്കോബക്കാർക്കും ഓർത്തഡോക്സുകാർക്കും ഉണ്ട്, മാർത്തോമ CSIക്കാർക്കും ഉണ്ട്, ഞങ്ങളെ പോലെയുള്ള ഇവാഞ്ചലിക്കലുകാർക്ക് ഇല്ലല്ലോ, ഞങ്ങൾക്ക് ഒരു മുറി തരണം എന്ന് പറഞ്ഞു. ഉള്ള മുറികളിൽ പ്രാർത്ഥിക്കുന്നവരുടെ വേണി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് തിരുമേനി പറയേണ്ട ആവശ്യമില്ല, ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞു. ആരുടെ ആയിരുന്നു പ്രാർത്ഥിക്കുന്നത്? തിരുമേനിക്ക് ഒരു മുറി തരാക്കി തന്നാൽ മതി. തരാൻ ഒക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ വേണ്ട, താങ്ക്സ് എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പൊ കോളേജ് മുറി കിട്ടിയില്ല. എങ്കിലും അവിടെ ഞങ്ങൾ പ്രാർത്ഥന ഒരു ഗ്രൂപ്പ് നടത്തി. അടുത്തുള്ളതായിരിക്കുന്ന ഒരു യാക്കോബക്കാരന്റെ വീട്ടിൽ പോയി ചോദിച്ചു. അവിടുത്തെ അമ്മച്ചി ഞങ്ങൾക്ക് ഒരു മുറി തന്നു. മുറി എല്ലാം വീടിന് വരാന്ത, വലിയൊരു വരാന്ത, 10 പേർക്ക് ഇരിക്കാവുന്ന ഒരു വരാന്ത തന്നുകൊണ്ട് പ്രാർത്ഥനയൊക്കെ നടത്തി. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, നമുക്കൊരു മിഷൻ ഉണ്ടായിരിക്കണം. ഇവിടെ ചെന്ന് ഷുഡ് ഹാവ് എ മിഷൻ. അന്ന് ഞാൻ ചില ബ്രദർ കുട്ടികളോട് എടാ പ്രാർത്ഥനയോ തുടങ്ങുക, കാരണം എന്ന് പറഞ്ഞു പോടാ കോളേജ് വരുന്നത് പ്രാർത്ഥിക്കാനാന്ന്. കോളേജ് വരുന്നത് പ്രാർത്ഥിക്കാനാന്ന് ചോദിച്ചാൽ ഒരു ബ്രദർക്കാരെ ചോദിച്ചാൽ എന്താ അവരോട് പറയേണ്ടത്? കോളേജ് വരുന്നത് പ്രാർത്ഥിക്കാനാ, പിന്നെ എന്തിനാ? പഠിക്കാൻ വേണ്ടി മാത്രം? ഒന്നുമല്ല, പഠിക്കാൻ വേണ്ടി മാത്രം കോളേജിൽ പോകരുത്. നമുക്കൊരു വിഷനുണ്ട്. അപ്പോ അതേക്കുറിച്ച് നമുക്ക് നല്ലൊരു വാല്യൂ വേണം. അതെ. പിന്നെ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ മുന്നിൽ നിൽക്കാൻ നോക്കണം. ഇപ്പോൾ ബ്ലഡ് ഡൊണേഷൻ ക്ലബിൽ ചേരുക, ആളുകളെ സംഘടിപ്പിച്ച് ബ്ലഡ് ബാങ്കിലേക്ക് ഡൊണേഷൻ കൊടുക്കുക, അതുപോലെ ഉള്ള പല പല കാര്യങ്ങൾ ഒരു കോളേജിൽ സംഘടിപ്പിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കണം. അപ്പം നമ്മളെ ആളുകൾ റെസ്പെക്ട് ചെയ്യും. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകിൽ നിൽക്കരുത്. സോഷ്യൽ വാല്യൂ ഉള്ള, നല്ല വാല്യൂ ഉള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് മുന്നിൽ നിൽക്കണം. യൂസ് യുവർ എനർജി ഫോർ സംതിങ് വെർച്വസ്. നന്മയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എനർജിയും സമയമൊക്കെ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക.
അതുപോലെ തന്നെ നിങ്ങളുടെ മൂല്യങ്ങളോട് എപ്പോഴും നിങ്ങൾ സത്യസന്ധരായിരിക്കുക. പലരും അവരുടെ മൂല്യങ്ങളോട് കോളേജിൽ ചെല്ലുമ്പോൾ ഒരു മൂല്യം, അങ്ങനെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സാറേ നിങ്ങളുടെ ആളുകളൊന്നും പൊട്ടിയിടില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസികളെന്ന്, സ്നാനപ്പെട്ട വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ ബസ്സിൽ കയറുമ്പോൾ പൊട്ടിടുകയും തിരിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൊട്ടെടുത്ത് ബാഗിൻ്റെ അകത്ത് വെക്കുകയും ചെയ്യുന്നത് എനിക്കറിയാവുന്നതിനോട് ഇതുവരാണ്. എന്താ ബസ്സിൽ കയറുമ്പോൾ, പിള്ളേരെല്ലാം ഉള്ള ബസ്സിൽ കയറുമ്പോൾ അവർ പൊട്ടെടുത്ത് കൊടുക്കും, തിരിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ പൊട്ടെടുത്ത് മാറ്റും. അപ്പൊ അതെന്ത് വാല്യൂ? അങ്ങനെ വാല്യൂസ് നമുക്ക് വേണ്ട. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ലേ, നമ്മുടെ വി ഷുഡ് ബി കൺസിസ്റ്റന്റ് ഇൻ അവർ വാല്യൂസ്. അപ്പോ ഈ സതീർത്ഥ്യ സമ്മർദ്ദത്തിന് പലപ്പോഴും നമ്മൾ വഴങ്ങുന്നതിന്റെ കാര്യം നമുക്കൊരു പ്രിൻസിപ്പിൾ ഇല്ലെന്നുള്ളത് കൊണ്ടാണ്. പ്രഷർ ഈസ് നോട്ട് എ ഗുഡ് കൺസെപ്റ്റ്, ഫോർ ഇറ്റ് ഹാസ് എ നെഗറ്റീവ് കണ്ണോട്ടേഷൻ. സമ്മർദ്ദങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ബാഡ് കണ്ണോട്ടേഷൻ ഉണ്ട്, എന്തോ നാച്ചുറൽ അല്ലാത്ത ഒന്നാണ്. ഫ്രണ്ട്ഷിപ്പ് ഈസ് പോസിറ്റീവ്, ബട്ട് പ്രഷർ ഈസ് നോട്ട് പോസിറ്റീവ്, ഇറ്റ്സ് എ നെഗറ്റീവ് ഐഡിയ. ഈ ടീനേജ് എന്ന് പറയുന്നത് വളരെ കീ ഒരു കീ പീരീഡ് ആണെന്ന് പറയാം. ലൈഫിലെ ഒരു പ്രധാന കാലഘട്ടമാണ്. ഏറ്റവും അധികം നർച്ചർ ചെയ്യുന്ന, പോഷിപ്പിച്ച് വളർത്തേണ്ട ഒരു കാലഘട്ടമാണ് ടീനേജ് എന്ന് പറയുന്നത്. ദൈവം തന്നിട്ടുള്ളതായിരിക്കുന്ന കഴിവുകളെ വികസിപ്പിക്കേണ്ട കാലഘട്ടം, നമ്മുടെ മൂല്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാലഘട്ടം, നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കേണ്ട കാലഘട്ടങ്ങൾ, നമ്മുടെ ടാലൻസ്, മ്യൂസിക്, ഡ്രാമ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മുടെ കഴിവിനെ നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ട കാര്യങ്ങൾ. ഈ ന്യൂട്രലായിട്ടുള്ള കാര്യങ്ങളിൽ, തിന്മയില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ ആളുകൾ പങ്കെടുക്കുന്നില്ല. ഇപ്പൊ കോളേജിലൊക്കെ ഡ്രാമ ക്ലബ് ഉണ്ട്, അതിൽ പങ്കെടുക്കുന്നതിന് ആർട്ടിസ്റ്റിക് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഡ്രാമ എന്ന് പറഞ്ഞാൽ, നാടകം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമല്ല. ഇന്നത്തെ സ്കിറ്റ് എന്ന് പറയുന്ന പോലെയുള്ള നാടകം എന്ന് പറയുന്നത്, അതിന്റെ തെറ്റായിരിക്കുന്ന ഒരു പ്ലോട്ടാണെങ്കിൽ നമ്മളിത് പങ്കെടുക്കണ്ട. നമ്മളെ തെറ്റായിരിക്കുന്ന ആക്ടിവിറ്റീസ് നാടകത്തിലുണ്ടെങ്കിൽ പങ്കെടുക്കണ്ട. സ്പോർട്സിൽ എന്താ കുഴപ്പം? നമ്മുടെ പിള്ളേരൊക്കെ, ഞാൻ സ്പോർട്സുകാരനായിരുന്നില്ല, പക്ഷെ നമ്മുടെ പിള്ളേരൊക്കെ സ്പോർട്സുകാരായിരിക്കണം, നന്നായി സ്പോർട്സിലൊക്കെ പങ്കെടുക്കണം, അതൊക്കെ നല്ലതാണ്. നമ്മളെ പലപ്പോഴും തെറ്റല്ലാത്ത കാര്യങ്ങളിൽ അവരെ വിലക്കും. ഞാൻ വളർന്നു വന്നപ്പോൾ ചാടാനും സ്വാതന്ത്ര്യമില്ല, ഓടാനും സ്വാതന്ത്ര്യമില്ല, നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. അതൊക്കെ അവിശ്വാസികൾക്കുള്ളതാണ്, അങ്ങനെ സ്പോർട്സ് ഗെയിംസ്. എന്റെ അപ്പച്ചൻ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അപ്പച്ചൻ നല്ല മനുഷ്യനായിരുന്നു, ഭക്തനായ മനുഷ്യനായിരുന്നു. പക്ഷേ ആ ഭക്തിക്കൊരു നെഗറ്റീവ് വശം ഉണ്ടായിരുന്നു. ആ വശം നല്ലതല്ല. ഓടാനും ചാടാനും ഒക്കെ അവർ വിടണം. അവർ ഓടട്ടെ, ചാടട്ടെ, കളിക്കട്ടെ, പാടട്ടെ, അതിനെന്താ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ടെമ്പർമെന്റ് ഒക്കെ ഇതിൽ ഒരുപാട് പ്ലേ ചെയ്യും. അത് സാൻഗ്വിൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വളരെ എളുപ്പമാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ. കൊളീഗ്സ് ആണെങ്കിൽ മോട്ടിവേഷൻസ്, ലക്ഷ്യബോധത്തോട് പെരുമാറാനൊക്കെ അവർക്ക് വളരെ സാധ്യമാണ്. ഫ്ലഗ്മാറ്റിക്സ് ആണെങ്കിൽ വളരെ ഫ്യൂ ഫ്രണ്ട്സേ അവർക്ക് കാണും, അധികം ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുകയില്ല, വളരെ കെയർഫുള്ളി അവർ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കും. ആർട്ടിസ്റ്റിക് എബിലിറ്റി മെലങ്കോളിക്സിനുണ്ട്, അവർക്ക് മ്യൂസിക്, ഡ്രാമായ, പെയിന്റിങ്, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക എബിലിറ്റി ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ക്ലബ്ബുകളിലൊക്കെ അവർ നന്നായിട്ട് പോകും. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ എൻകറേജ് ചെയ്യുമ്പോൾ തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എൻകറേജ് ചെയ്യണം. മറ്റുള്ളവർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ സമ്മർദ്ദം ഇടാതെ, സതീർത്ഥ്യ സമ്മർദ്ദം ആവോളം കുറയത്തക്കവണ്ണം മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന വളർത്തൽ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതെ, ഒരാളതേ കുറിച്ച് പറഞ്ഞത്, we need to develop exit strategies for our young people എന്ന് പറഞ്ഞാൽ, അവര് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ ചെന്ന് പെട്ടാൽ അവിടുന്ന് എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പുറത്ത് കിടക്കുന്നത്, അതിനുള്ള സ്ട്രാറ്റജീസ് പഠിക്കണം. അവർക്ക് നോ പറയാൻ ധാരാളം പഠിക്കണം. ആദ്യം പഠിക്കേണ്ടത് നോ ആണല്ലോ. ഏത് കുഞ്ഞുങ്ങളും ആദ്യം പറയുന്നത് നോന്നാ, നോ നോ, അതാദ്യം പറയുന്നത്. യേസ് എന്ന് അവർ പറയുന്നത് വളരെ, നമ്മൾ എന്ത് പറഞ്ഞാൽ നോ പറയുന്ന കുഞ്ഞുങ്ങൾ, അത് ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന ഒന്നാണ്. കാരണം നോ പറയാൻ ഒരാൾ ശീലിച്ചാൽ അവന്റെ ജീവിതം വിജയിക്കും. നമുക്കെല്ലാം പ്രയാസം. കൂട്ടുകാർ പറഞ്ഞാൽ വാ എൻ്റെ കൂടെ, നോ എനിക്ക് വരാനൊക്കെ ഇല്ല, ഞാൻ വരില്ല, എനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് പറയാൻ നമുക്ക് പ്രയാസമാണ്.
അതുകൊണ്ട് നാം നോ പറയാനായിട്ട് നാം ശീലിക്കണം. പിന്നെ നമ്മിൽ ആരെങ്കിലും താല്പര്യം കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബോയ് ആണ് ഗേൾ ആണ്, അവരിൽ വേറെ ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാൾ പ്രത്യേക താല്പര്യം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്താൽ മതി, ഒരു ബൈബിൾ ക്ലാസ്സിൽ വരുന്നതെന്ന് ചോദിച്ചാൽ മതി. വൈകിട്ട് ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് വരുന്നതെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാക്കുക, ഓ ഇവം ഉപദേശിക്കുക, ഇങ്ങനെയുള്ള പാർട്ടി എനിക്ക് വേണ്ട. അല്ല, ബൈബിൾ ക്ലാസ്സിന് വരുമെങ്കിൽ നല്ല കാര്യമാണ്. യു ക്യാൻ ഇൻഫ്ലുവൻസ് ദാറ്റ് പേഴ്സൺ. ഗോസ്പൽ ഷെയർ ചെയ്ത് ആ നിലയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളിൽ താല്പര്യം കാണിക്കുന്നവരായിരിക്കുന്ന ആളുകളെ തെറ്റായ താല്പര്യങ്ങളിലേക്ക് അവർ നമ്മളെ നടത്താതിരിക്കാനായിട്ട് നാം എന്ത് ചെയ്യണം? ചീട്ട് കളിക്കുന്നവർ പറയാം, അവരുടെ തുറുപ്പ് ഷീട്ട് എടുത്ത് മേശപ്പെടുത്തണം. നമ്മുടെ ബൈബിൾ ക്ലാസ് ആണ്, ഞങ്ങൾ 3-4 വിശ്വാസികൾ ഉച്ചയ്ക്ക് അവിടെ മാവിന്റെ കീഴിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, വരുന്നോ ഞങ്ങളൂടെ? ഇല്ല, എനിക്ക് താല്പര്യമില്ല. ശരി, എന്നാ സോറി. പിന്നെ നമ്മളെ ചെല്ലിക്കാൻ വരിക, കൂടെ വഴി. അല്ല, വരുന്നെങ്കിൽ നമുക്ക് അവരെ സ്വാധീനിക്കാം. അപ്പോ നല്ല സ്വാധീനങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. നിങ്ങളുടെ പേരൻസ് അതിന് നിങ്ങൾക്ക് ഏർപ്പാട് ചെയ്യണം. എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോകാനും വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ കൂട്ടുകാരുടെ വീട്ടിൽ പോകാൻ സമ്മതിക്കില്ല. പക്ഷെ കൂട്ടുകാരെ എല്ലാം വീട്ടിൽ വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഗ്രേസ് കേക്കും ഒക്കെ ഉണ്ടാക്കി, ഐസ്ക്രീമും ഒക്കെ ഉണ്ടാക്കി അവർക്കെല്ലാം കൊടുത്തുകൊണ്ട് പിള്ളേർ വരും. എൻജോയ്. വീട്ടിൽ വരുന്നവർക്ക് ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കേക്കും കിട്ടും, ഐസ്ക്രീമും കിട്ടും. അങ്ങോട്ട് പോകാൻ സമ്മതിക്കാത്ത എന്താ വെച്ചാൽ അവർ വീട്ടിൽ ഇപ്പോൾ പോകുമായിരിക്കും, ചീത്ത പറയുമായിരിക്കും, പല കാര്യങ്ങളുണ്ട്. നമുക്കറിയില്ല അവരെ കുറിച്ച്, അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു. പക്ഷെ അവരുടെ പിള്ളേർ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമുക്കറിയാം നല്ലതിനു വേണ്ടി സ്വാധീനിക്കാനായിട്ട് കഴിയും, തെറ്റായ സ്വാധീനങ്ങളില്ല. അവരെ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുകയും അവരെ ആ നിലയിൽ ട്രീറ്റ് ചെയ്യുകയും ചെയ്താൽ നാച്ചുറലി ദ ഫ്രണ്ട്സ് വിൽ കം ടു us. വി ഡോണ്ട് ഹാവ് ടു ഗോ ടു their ഹൗസസ്. അപ്പോൾ നല്ല സ്വാധീനത്തിന്റെ ഒരു ഇതാണ്. പക്ഷേ കൂട്ടുകാരെയും കൊണ്ട് വീട്ടിൽ വിളിച്ചിട്ട് വന്നാല് ഒരു നാരങ്ങ വെള്ളം പോലും കൊടുക്കാൻ മാതാപിതാക്കൾക്ക് മനസ്സില്ല. വല്ല ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വരും, ഇവിടെ കൂടെ കൊടുക്കും നാരങ്ങളും ചായ ഒന്നും കൊടുക്കാൻ നമുക്ക് നേരമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കൂട്ടുകാർ അങ്ങോട്ട് പോയി നിവൃത്തിയുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ നാരങ്ങ വെള്ളം ഒന്നും എല്ലാവർക്കും തരുന്നത്, വേറെ വലുതായിരിക്കും തരുന്നത്. തെറ്റായ വഴിയിലേക്കായിരിക്കും പോകുന്നത്. അതെ, ഒക്കെ ആയിരുന്നു നാം വളരെ 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 സൂക്ഷിക്കണം. ഫ്രാൻസിസ് ഷേഫർ എന്ന് പറഞ്ഞതായിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം വലിയൊരു മനുഷ്യനായിരുന്നു, കേട്ടിട്ടുണ്ട്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അപ്പോളജിസ്റ്റ് ഹു ലിവ്ഡ് ഇൻ ദി 20th century. വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരു പ്രസ്ബിറ്റേറിയനായിരുന്നു, രക്ഷിക്കപ്പെട്ടയാളായിരുന്നു. കോളേജിൽ പഠിക്കാൻ ചെന്ന കാലത്ത് വലിയ പണക്കാരെ പഠിക്കുന്നൊരു കോളേജിലാണ് അദ്ദേഹത്തെ വിട്ടത്. അവിടെ എല്ലാവരും വീക്കെൻഡ്സ് ആകുമ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് എല്ലാവരും പോയി കുടിക്കും. കുടിച്ച് രാത്രി 12 മണി വരെ 1 മണി വരെ കുടിച്ച് ബൂസായി വരുന്നത്. അപ്പോ ഇവരെ സുവിശേഷം പറഞ്ഞ് ഇവരെ രക്ഷിക്കണമെന്ന് ഫ്രാൻസിസ് ഷേഫറിന് വളരെ ആഗ്രഹമുണ്ട്. അതിനെന്താ മാർഗം? അപ്പോ അവരോട് ഒരു കാര്യം പറഞ്ഞു, ഞായറാഴ്ച രാവിലെ എൻ്റെ കൂടെ പള്ളിയിൽ വരാമെങ്കിൽ നിങ്ങളെല്ലാം കുടിച്ച് ബൂസായി കഴിയുമ്പോൾ നിങ്ങളെല്ലാം സേഫായിട്ട് ഞാൻ ഹോസ്റ്റൽ മുറിയിൽ നിങ്ങളുടെ ബെഡിൽ കൊണ്ട് കിടത്താമെന്ന് പറഞ്ഞു. സാധാരണ ഇവരെല്ലാം കുടിച്ച് കക്കി ഛർദ്ദിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങള് ഞായറാഴ്ച എൻ്റെ കൂടെ പള്ളിയിൽ വരാമെന്ന് സമ്മതിക്കാമെങ്കിൽ നിങ്ങൾ കുടിച്ച് ബൂസായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും സേഫായിട്ട് നിങ്ങളുടെ മുറികളിൽ കൊണ്ടുവരാം. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇദ്ദേഹം പോകും അവരുടെ കൂടെ. ഇവർ പോയി ബാറിലൊക്കെ പോയി കുടിക്കുമ്പോൾ ഇദ്ദേഹം അവിടെ പോയിരിക്കും, കൊക്കക്കോളയൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും. ഇവനെല്ലാം കുടിച്ച് ഒരു ബൂസായി കഴിയുമ്പോൾ അവരെ എല്ലാവരും തന്നെ കാറിൽ ഓരോരുത്തരായിട്ട് കയറ്റിയിട്ട് ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് അവരെ എല്ലാം പിടിച്ച് ഒരു ബെഡിൽ കൊണ്ട് കിടക്കും. ഞായറാഴ്ച രാവിലെ, അത് വെള്ളിയാഴ്ച രാത്രിയല്ലേ, ഞായറാഴ്ച രാവിലെ ഇവരെല്ലാവരും പള്ളിയിൽ പോകും. അങ്ങനെ പറയുന്നത് തൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ രക്ഷിക്കപ്പെട്ടു. അവരങ്ങനെ പള്ളി വരാൻ തുടങ്ങി, സുവിശേഷം കേട്ടു, അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടു. അപ്പൊ കണ്ടില്ലേ, ഫ്രാൻസിസ് ഷേഫർ തന്റെ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ബാറിൽ വരികയില്ലെന്ന് പറഞ്ഞില്ല. ഞാൻ വരാമെന്ന് പറഞ്ഞു, നിങ്ങളുടെ ബാറിൽ ഞാൻ വരാം, പക്ഷെ നിങ്ങൾ എന്നോട് പള്ളി വരണം. സമ്മതമാണ്. ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാം, ഫ്രാൻസിസ് ഷേഫർ അവരോട് ബാറിൽ പോയാൽ അവരെ ക്രിസ്ത്യാനികളാക്കി, നമ്മൾ അവരോട് ബാറിൽ പോയാൽ നമ്മളെ കുഴിയന്മാരാണ്. നമുക്ക് ലക്ഷ്യമില്ല, നമുക്ക് പ്രമാണം ഇല്ല. കർത്താവ് ബാറിൽ പോയാൽ ബാറ് പള്ളിയായി മാറും.
നമ്മൾ മാറിപ്പോയാലോ നമ്മൾ കുടിയന്മാരായി മാറും. ഇല്ല, അങ്ങനെ നമ്മൾ മൂല്യം വേണം. എന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവരെ കർത്താവിലേക്ക് നടത്തി ഇവരെ നല്ലവരാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ അവരെ ആദ്യം അവരായിരിക്കുന്ന നിലയിൽ അവരെ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്കത് സാധിക്കൂ. അതുകൊണ്ട് താനത് ചെയ്തു. താൻ ഒരിക്കലും കുടിച്ചില്ല, പക്ഷെ താൻ ആ കുടിയന്മാരെ എല്ലാവരെയും വിശ്വാസികളാക്കി മാറ്റി. അപ്പൊ നമുക്കൊരു സ്ട്രാറ്റജി വേണം. നമുക്ക് സ്ട്രാറ്റജി വേണം, നമുക്കൊരു പോളിസി വേണം. ഫ്രാൻസിസ് ഷേഫർ അതിന് ഒരു നല്ല മാതൃകയാണ്. അന്ന് ഫ്രാൻസിസ് ഷേഫർ നേതൃത്വമായിരിക്കുന്ന വിശ്വാസികളെ ക്യാമ്പസിലുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, കണ്ടു താമസം നിങ്ങളും കുടിയനായി മാറുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുടിയനായി മാറില്ല, എനിക്ക് പ്രമാണമുള്ള ആളാന്ന് പറഞ്ഞു. എനിക്കൊരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു, ഇവരെ എല്ലാവരും ക്രിസ്ത്യാനിയാക്കുക എന്നുള്ള എൻ്റെ ലക്ഷ്യം. അങ്ങനെ താൻ തൻ്റെ ഹോസ്റ്റലിലുണ്ടായിരുന്ന ഒട്ടുമിക്കവാറും എല്ലാവരെയും വിശ്വാസികളാക്കി. പിന്നെ അതോടുകൂടി അവർ കുടിയും നിർത്തി, എല്ലാം ബൈബിൾ ക്ലാസ്സും തുടങ്ങി, എല്ലാം തുടങ്ങി. എത്ര വണ്ടർഫുള്ളാണ്. അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കെല്ലാം സ്ട്രാറ്റജി വേണം. നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ ഫോം ചെയ്യണം. അപ്പോൾ പിയർ പ്രഷറൊക്കെ നമുക്ക് റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ളതായിരിക്കുന്ന സ്ട്രാറ്റജികളൊക്കെ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഈ ചെറിയ ആളുകളെയൊക്കെ എങ്ങനെ സഹായിക്കാം, വിദ്യാഭ്യാസ രംഗത്ത് സഹായിക്കാം എന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, help them in education related problems. വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഇപ്പൊ തന്നെ ക്ലാസ്സിൽ കണക്കിന് വളരെ മോശമായ ആളുകളുണ്ട്. കണക്കിന് വളരെ സ്മാർട്ടായ ആളായിരിക്കും നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരോട് പറയണ, നിനക്ക് നീ കണക്കിൻ്റെ നോക്കുകയാണല്ലോ, വന്നേ എൻ്റെ മുറി വാങ്ങിയിൽ ഒരു ദിവസം 2 ദിവസമോ വൈകിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ നിന്നെ സഹായിക്കാം. അവനെ അങ്ങനെ കണക്കിന് സഹായിച്ചു കഴിയുമ്പോൾ അവന് കണക്ക് നല്ല മാർക്കാകും, അവനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആകും. വെരി സൂൺ നിങ്ങൾ അവന് ഷെയർ ചെയ്യാനായിട്ട്, ഗോസ്പൽ ഷെയർ ചെയ്യാൻ അവസരം കിട്ടും. അതെ, അവനും വലിയൊരു ഹെൽപ്പാണ്. നിങ്ങൾക്ക് ഒരു അവിശ്വാസിയെ നേടാനുള്ളതായിരിക്കുന്ന അവസരമാണ് അത് തീർച്ചയായിട്ടും. അതുപോലെ പേഴ്സണൽ ഇന്റർപേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകളുണ്ട്. എല്ലാവരോടും വഴക്ക് കിട്ടുന്നവരും വീട്ടില് ഫാമിലി പ്രോബ്ലം ഉള്ളവരും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കാം. നീ എന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? നീ എന്നും വന്നിരുന്ന് നിന്റെ പഠിത്തമൊന്നും ശരിയാകുന്നില്ല, എന്തോ സീരിയസ് പ്രോബ്ലം ഉണ്ടല്ലോ സ്നേഹിത, എന്താണ് പറ, എന്നോട് പറ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ചിലപ്പോൾ അവൻ പറയും, വീട്ടിൽ വലിയ വഴക്കാണ്, പ്രോബ്ലമാണ്, അപ്പൻ കുടിയനാണ്, അമ്മയെ ഉപദ്രവിക്കും, എനിക്ക് എൻ്റെ പഠിത്തമൊന്നും നടക്കുന്നില്ല. ശരി, ഞാനതിന് പരിഹാരം വരുത്താം പറയുക. ഒരു നല്ല ക്രിസ്ത്യൻ കൗൺസിലറെ, നിങ്ങളുടെ സോയിലുള്ള ഒരാളെ ബന്ധപ്പെടുക, അവൻ്റെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുക, അവൻ്റെ അപ്പോയിൻമെന്റ് തേടുക, അവരോട് ഈ മദ്യപാനത്തിൽ രക്ഷപ്പെടുവാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. വളരെ സ്മാർട്ടായ ഒരു കുട്ടി, അവന് 10ാം ക്ലാസ് വരെ 9ാം ക്ലാസ് വരെ ക്ലാസ്സിലെ ഫസ്റ്റ് ആയിരുന്നു, 100 മാർക്കും എല്ലാ വിഷയത്തിനും വാങ്ങുന്നതായിരുന്നു. 10ാം ക്ലാസ് വന്നപ്പോൾ അവൻ എല്ലാ വിഷയത്തിനും തോറ്റു, എല്ലാ വിഷയത്തിനും. അവസാനം കൗൺസിലേഴ്സിനെ കൊണ്ടുപോയി, സൈക്കോളജിസ്റ്റൊക്കെ കൊണ്ടുപോയി, ആർക്കും അവനെ സഹായിക്കാനായിട്ട് കഴിഞ്ഞില്ല. എൻ്റെ ഒരു സ്നേഹിതന് എന്നോട് ചോദിച്ചു, ബ്രദറെ അവനെ ഒന്ന് സഹായിക്കാമോ? എൻ്റെ വീട് ഇവിടെ അടൂരായിരുന്നു. ഞാൻ തൃശ്ശൂരിൽ താമസിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞു കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അവർ അടൂന്ന് അവനും അവൻ്റെ അമ്മയും കൂടെ വന്നു. ഞാൻ ഒരു ദിവസം അവനോടിരുന്ന് സംസാരിച്ചു. അവൻ ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് കുറേ സമയമെടുത്തു. എന്നിട്ട് അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ മഹാകുടിയനാണ്, ഞാൻ ഏറ്റവും ബെസ്റ്റാണ്, എനിക്ക് ഡോക്ടറാകാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരാളാണ്, ഞാൻ 100% വാങ്ങിച്ചാലും എനിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാലും എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിക്കാൻ ഒക്കില്ല, കാരണം അയാൾ മുഴുവൻ കാശും കുടിച്ചു കളയും. അപ്പൊ പിന്നെ അപ്പൻ്റെ കുടി നിമിത്തം ഞാൻ എൻ്റെ വിദ്യാഭ്യാസം നിർത്തി എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പഠിക്കാതെ 10ാം ക്ലാസ്സിലൊന്ന് ഫെയിലായാൽ എൻ്റെ അപ്പനെ കുറ്റം പറയണ്ട, അതിനുവേണ്ടി ഞാൻ മനഃപൂർവ്വം പരാജയപ്പെടുന്നതാണ്, പഠിച്ചിട്ട് യാതൊരു കാര്യമെന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയെല്ലാം ഫസ്റ്റ് റാങ്കിൽ പാസ്സായാലും എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിക്കാൻ ഒക്കുകയില്ല, അയാൾ അതുപോലെ കുട്ടിച്ച് മുഴുവൻ നശിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ എന്തിനാ അയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നെ തന്നെ ഞാൻ കുറ്റപ്പെടുത്തിയേക്കാം. എല്ലാവരും പറയുമല്ലോ, നീ പഠിക്കാഞ്ഞിട്ടല്ലേ എന്നത് കേട്ടോളാം. ഞാൻ ആ തള്ളയോട് പറഞ്ഞു, പ്രോബ്ലം ഞാൻ കണ്ടെത്തി, പക്ഷേ സൊല്യൂഷൻ തരണമെങ്കിൽ നിങ്ങൾ
ഭർത്താവിനെ വിളിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു, എനിക്ക് സംസാരിക്കണമെന്ന്. ഏതായാലും ഞാൻ വിചാരിക്കുന്ന ഒരു പ്രോബ്ലം ഓവർകം ചെയ്തു. പിതാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുന്ന പറഞ്ഞു, നിങ്ങളുടെ മകന്റെ ഭാവി നിങ്ങൾ നശിപ്പിക്കുകയാണ്, മദ്യപിക്കുന്നുണ്ട്. അവൻ മണ്ടനായതുകൊണ്ടല്ല പരാജയപ്പെടുന്നത്, അവൻ മിടുക്കനായതുകൊണ്ടാണ് പരാജയപ്പെടുന്നത്. കാരണം നിങ്ങളുടെ മദ്യപാനം കൊണ്ട് അവന് മുന്നോട്ട് പോകാൻ ഒക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് മദ്യപാനം നിർത്തി നിങ്ങളുടെ മകന്റെ വിദ്യാഭ്യാസത്തിന് സഹായകരമായ നിലയിൽ നിങ്ങൾ സഹായിക്കണം. അപ്പം നമുക്ക് ചില സന്ദർഭങ്ങളിൽ നിരാശപ്പെട്ട് നിൽക്കുന്ന ചില ആളുകളെ സഹായിക്കാനായിട്ട് കഴിയും. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു മിഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. നമുക്കൊരു സർവീസ് മൈൻഡ് ഉണ്ടായിരിക്കും. ഞാൻ ചിലരെ സഹായിക്കും. അങ്ങനെ വേണം. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ചിലർക്ക് മച്യൂരിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്. അവരെ പേരൻസ് തന്നെ അവരെ ബോയ്സ് എന്നാണ്, അവരെ 15-16 വയസ്സായെങ്കിലും കൊച്ചു പിള്ളേരെ പോലെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അവന് കഴിവില്ലാത്തവനാണ് എന്നൊക്കെ. ചിലർക്ക് ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ട്, ടെമ്പറമെന്റൽ പ്രോബ്ലംസ് ഉണ്ട്, മൂഡ് വേരിയേഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ നിങ്ങൾക്ക് സഹായിക്കാം. അവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കുക, അവർക്കൊക്കെ എൻകറേജ് ചെയ്യാം, അവരെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, നിന്റെ ഈ പ്രോബ്ലം പരിഹരിച്ചിടാൻ ദൈവത്തിന് കഴിയും. അങ്ങനെയൊക്കെ അവരെ എൻകറേജ് ചെയ്യാം, അതൊക്കെ കഴിയും. പക്ഷെ നമ്മുടെ പിള്ളേർ അതൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ നിങ്ങളുടെ കാര്യം, നമ്മുടെ ദൈവമക്കൾ ക്യാമ്പസിൽ സ്കൂളുകളിലും പോയിട്ട് എന്താ അവർ ചെയ്യുന്നത്? അവരൊന്നും ചെയ്യുന്നില്ല. ചില യുവാക്കന്മാർക്ക് കോളേജ് ഡിഗ്രിയൊക്കെ പാസ്സായെങ്കിൽ ജോലി കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കില്ല. വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷെ അവർ വേറെ അവരുടെ ജോലിയുമായി ബന്ധപ്പെടാത്ത, അവർക്ക് യോഗ്യമല്ല. എല്ലാ ജോലിയും ഡിഗ്നിഫൈഡ് ആണ്, അത് വേറൊരു വശം. പക്ഷെ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ കഴിയും. നിങ്ങൾക്കൊരു ദാനിയേലാകാം. ദാനിയേൽ എന്താ ചെയ്യുന്നത്? ദാനിയേൽ റെക്കമെൻഡ് ചെയ്ത് ശദ്രക്കിനും മേശക്കിനോ ഉപദ്രവനും ഉന്നത സ്ഥാനങ്ങള് നെബൂഖദ്നേസർ കൊടുത്തില്ലേ? കൊടുത്തു. ദാനിയേലിന്റെ ഉത്സാഹം കൊണ്ട്, പ്രോത്സാഹനം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ചില സ്ഥാനങ്ങളിലെത്തുകയും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ളവരുണ്ട്. സ്കിൻ ബ്ലെമിഷസ് ഫോർ എക്സാമ്പിൾ, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ മുഖത്ത് പാടുകൾ വരിക, ആക്നെയൊക്കെ വന്നിട്ട് വളരെ അങ്ങനെ പാടുമൊക്കെ വന്നു, ഓക്കെ, അങ്ങനെയൊക്കെ വരും. വളരെ 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 കോൺഷ്യസ് ആണ് അവർ. അതുകൊണ്ട് കോംപ്ലക്സ് ഒക്കെ ഉണ്ട് അവർക്ക്. അവരോടൊന്നും ആരും ആളുകളിൽ നിന്ന് അകന്നു നിൽക്കും. കാരണം അപ്പൊ അവരുടെ ഇടയ്ക്ക് ചെന്ന് ഫ്രണ്ട്ഷിപ്പ് ചെയ്യുക, അവർക്കത് ഭയങ്കര സഹായമാണ്, ഭയങ്കര മോറൽ ബൂസ്റ്റാണ്. എല്ലാവരും നെഗറ്റീവായിട്ട് അവരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അവരുടെ ഒരു ഫ്രണ്ടായി തീരുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ആ പിള്ളേർക്കും അതുപോലെ തന്നെ ഉണ്ട്. ചില ആളുകൾ അവരുടേതായിരിക്കുന്ന, അവരെ കണ്ട ഹാൻസം അല്ലെന്നോ എന്തെങ്കിലുമൊക്കെ, 10-20 വയസ്സായിട്ട് മീശയൊന്നും കിളിച്ചില്ല, ആളുകളൊക്കെ അത് തമാശ പറയും, അവരൊക്കെ കളിയാക്കും. അപ്പൊ അവരെയൊക്കെ നല്ല ഫ്രണ്ട്സായി അവർക്ക് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. മീശയല്ലടാ പുരുഷത്വം എന്ന് പറയുന്നത്. അതൊക്കെ ജനറ്റിക് ജീൻ സംബന്ധിച്ചാണ്, അതൊന്നും നിന്റെ വ്യക്തിത്വമായി ബന്ധപ്പെട്ടതല്ല. നീ പുരുഷത്വം കാണിക്കുക, വ്യക്തിത്വത്തിന്റെ സ്വഭാവങ്ങൾ വേണം. അല്ലാതെ നിനക്ക് മീശയുണ്ടോ, നിനക്ക് മുടിയുണ്ടോ, കഷണ്ടിയുണ്ടോ, ഇതൊക്കെയാണ്. അതൊക്കെ അങ്ങനെ ഒരു ബൂസ്റ്റ് അവർക്ക് കൊടുക്കാൻ നമുക്ക് അവരെ പറഞ്ഞങ്ങനൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉള്ള ആളുകളുണ്ട്, നടക്കാൻ പ്രയാസമുള്ളവരും, എല്ലാവരും മുടന്തനെന്നും ഞുണ്ടിന്നും ഒക്കെ പേര് വിളിക്കുമ്പോൾ അവരെയൊക്കെ ഫ്രണ്ട്സ് ആകുക. അവർക്ക് എന്തോ ഒരു സപ്പോർട്ടാണെന്നറിയാതെ അവരുടെ ബലഹീനത അക്സെപ്റ്റ് ചെയ്യാൻ അവരെ അങ്ങ് സഹായിക്കുക. ഡാലസ് സെമിനാറിൽ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പോളിയോ വന്നിട്ട് കാലിങ്ങനെ തളർന്നതാണ്, കാലിങ്ങനെ ഞാൻ തളർന്ന. അപ്പോ അദ്ദേഹത്തിന് അതേക്കുറിച്ച് നല്ല പോസിറ്റീവാണ്. അപ്പൊ പിള്ളേരാണെങ്കിലും എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാതെ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ചെയ്താൽ അദ്ദേഹം പറയടാ, ഈ ഞൊണ്ടിക്കാലം കൊണ്ട് എന്നോട് തൊഴി തന്നാൽ നീ 1 മൈൽ അകലെ പോയി വീഴുമെന്ന് പറയും, മര്യാദക്കിരുന്നുള്ള. അപ്പൊ താൻ തന്റെ ഞൊണ്ടിക്കാലിനെ കുറിച്ച് തമാശ പറയുന്നപ്പോ തനിക്ക് അതേക്കുറിച്ചൊരു ഒരു 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 എന്താ പറയുന്നത്, ഒരു കോംപ്ലക്സ് ഇല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പൊ ചിലർ ഇവിടെ ഒരു ബ്ലെമിഷ് വല്ലതും ഉണ്ടെങ്കിലും നീണ്ട ഇതൊക്കെ ഇട്ടിട്ട് അത് എപ്പോഴും കവർ ചെയ്ത് വെക്കും. ആളുകൾ എപ്പോഴും എന്ത് ചെയ്യുന്ന അറിയാം, ഞങ്ങളൊന്ന് കാണട്ടെന്ന് പറഞ്ഞ് വെക്കുമോ. അപ്പൊ പറഞ്ഞാൽ മതി, എന്റെ ബ്യൂട്ടി സ്പോട്ട് ഉണ്ടോ, ദൈവം എനിക്ക് തന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അതാ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ അതേക്കുറിച്ച് തമാശയെ പറയും. അപ്പൊ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളതായിരിക്കുന്ന
ഒരു കോംപ്ലക്സ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണം. ഇതിനൊക്കെ നമുക്ക് വിശ്വാസികളായ നമുക്കേ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ. മോറൽ പ്രോബ്ലം ഉള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഇന്നലെ ഒരു ചെറുക്കൻ്റെ കാര്യം പറഞ്ഞല്ലോ, കൊച്ചു ചെറുക്കൻ്റെ കാര്യം. ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ, ബാഡ് ഹാബിറ്റ്സ് ഉള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. നമ്മളൊക്കെ വിശ്വാസികളാണ്. ഫാമിലി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പനും അമ്മയും തമ്മിൽ ഡിവോഴ്സ്ഡായി, അപ്പനമ്മയെ ഉപദ്രവിക്കും, അമ്മ അന്യപുരുഷന്മാരുമായി ബന്ധമൊക്കെ ഉണ്ട്, അത് വലിയ ഇഷ്യൂ ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇവരെയൊക്കെ പറഞ്ഞ് അവരെയൊക്കെ നമുക്ക് എൻകറേജ് ചെയ്യാം. അവരുടെ അപ്പൻ്റെ അമ്മയുടെയും പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കാൻ ഒക്കുകയില്ല. പക്ഷെ അത് അവരെ നശിപ്പിക്കാതിരിക്കത്തൊക്കെ അവർക്ക് നമുക്ക് എൻകറേജ്മെന്റ് കൊടുക്കാം. അതെ, ചിലർ പോർണോഗ്രാഫിക്കൊക്കെ അഡിക്റ്റഡ് ആണ്. അവരെയൊക്കെ അതിൽ രക്ഷിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ, വേറെ കഴിയില്ല. ചിലർ ഡ്രഗ്സ് എടുക്കുന്നവരാണ്. നമ്മളൊരു എയിം വെക്കണം, ഇവനെ ഡ്രഗ്സിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. നമ്മൾ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൻ ഡ്രഗ്സ് എടുക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ അതിനെതിരെ പറയുക, അടാ എന്തിനാണ് അതിന്റെ ജീവൻ കളയുന്നത്, ഇതിന്റെ ജീവൻ, നിനക്ക് നല്ല കഴിവുള്ള ചെറുക്കനാണ്, ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്, നിനക്ക് വലിയ സാധ്യത വന്ന് നീ ഒരു ദിവസം ഒരു IAS ഉദ്യോഗസ്ഥനോ വലിയൊരു എഞ്ചിനീയറോ ഒക്കെ ആകണ്ട, നീ ഈ ഡ്രഗ്സ് പഠിച്ച് നീ നിന്റെ ജീവൻ കളയരുതിട മോനെ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയെങ്കിൽ ഒരു ദിവസം അവൻ പറയില്ല ഞാൻ ഇതെടുക്കുന്നില്ല. വലിയ ഹെൽപ്പാണ്. മറ്റു കൂട്ടുകാരിൽ നിന്നും അവനെ നിങ്ങൾ വലിച്ചു മാറ്റുക. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഫൈനാൻസ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ളവരുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഒരു സഹോദരനാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. എനിക്ക് ഫീസ് കൊടുക്കാൻ കാശില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വളരെ സഹായിക്കാനായിട്ട് എനിക്കിടയായിട്ടുണ്ട്. പല പ്രാവശ്യവും അദ്ദേഹത്തിന് ഫീസ് കൊടുക്കാനുള്ള കാശ് കൊടുക്കും, ഇതൊക്കെ ചെയ്തു. അത് നല്ലതാണ്, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. വീട്ടിൽ അല്പ കാശൊക്കെ ഉണ്ടെങ്കിൽ അപ്പനോടും അമ്മയോടും പറയാം, ക്ലാസ്സിൽ ഒരു പാവപ്പെട്ട കുട്ടിയുണ്ട്, പഠിക്കാനൊക്കെ മിടുക്കനാണ്, പക്ഷെ അവൻ്റെ കാശ് കൊടുക്കാനായിട്ടില്ല, നമുക്ക് അവനെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അവൻ ജോലി കിട്ടി കഴിയുമ്പോൾ അവരെല്ലാം തിരിച്ചു തരും, തന്നെ തരേണ്ട തരത്തില് തരണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പേരൻസിനൊക്കെ എൻകറേജ് ചെയ്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അപ്പൊ ഇങ്ങനെയൊക്കെ ചില നല്ല കാര്യങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് കഴിയും. പേഴ്സണാലിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ്, ടെമ്പറമെന്റൽ പ്രോബ്ലംസ്, കോംപ്ലക്സ് റിലേറ്റഡ് പ്രോബ്ലംസ്, അവോയ്ഡൻസ് പ്രോബ്ലംസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ചില ക്ലാസിക്കൽ ഇലസ്ട്രേഷൻസ് ബൈബിളിൽ നിന്നും പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചല്ല, പക്ഷേ ചില ചെറുപ്പക്കാർക്ക് ഉണ്ടായിരുന്ന ചില അഡോളസൻസ് പ്രോബ്ലംസ്, യൂത്ത് പ്രോബ്ലംസ്, അവർക്ക് വേണ്ട ഗൈഡൻസ് കിട്ടാഞ്ഞത് കൊണ്ടായിരിക്കാം അവർ തെറ്റിപ്പോയത്. ഇപ്പൊ നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു ഉപമ തന്നെയാണ് ലൂക്കോസിന് 15-ാം അധ്യായത്തിൽ ധൂർത്തുപുത്രന്റെ കാര്യമല്ലേ. ഈ ധൂർത്തുപുത്രൻ യഹൂദന്മാരുടെ നിയമപ്രകാരം ആൺപിള്ളാരെയും പെൺപിള്ളാരെയും പേരൻസ് അഡോപ്റ്റ് ചെയ്യും. അങ്ങനെ ഉണ്ട്, മാർബിറ്റ്സുവ എന്നൊക്കെ പറഞ്ഞൊരു സെറമണി ഉണ്ട്. 13 വയസ്സ് 14 വയസ്സാകുമ്പോൾ സ്വന്തം മകനെ പുത്രനായിട്ട് അഡോപ്റ്റ് ചെയ്യും. ഗലാത്യ ലേഖനത്തിലൊക്കെ പൗലോസ് അതേക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേരൻസിനും മക്കൾക്ക് അഡോപ്റ്റ് ചെയ്ത മകനും സ്വത്തിൽ തുല്യ അവകാശമാണ്, ഈക്വൽ. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വീട്ടിൽ കർത്താവ് പറഞ്ഞൊരു കഥയാണ്. കർത്താവ് അങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും കണ്ടിട്ടാണോ പറഞ്ഞത്, ഉണ്ടാക്കി പറഞ്ഞാണോ, അതൊന്നും നമുക്കറിയില്ല. എനിവേ ദിസ് ഈസ് എ പാരബിൾ. അപ്പൊ അതുകൊണ്ട് കർത്താവ് ഉണ്ടാക്കിയൊരു കഥയാണ് നമുക്ക് വിചാരിക്കാം. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന കഥകളിലൊന്നാണ് ആൾ കാണാതെ പോയതും ബ്രഹ്മ കാണാതെ പോയതും ഒക്കെ സംഭവ്യമായ കാര്യങ്ങളല്ലേ. അപ്പോ ഇവനെ ഇങ്ങനെ ബിറ്റ്സ്വാവ് കഴിഞ്ഞ് അവനെ മകനായി കഴിഞ്ഞപ്പോ അവന് തോന്നി, എന്റെ സ്വത്തിനി എന്തിനാ അപ്പൻ കൈകാര്യം ചെയ്യുന്നത്, ഞാനും അപ്പനും തുല്യരാണ്. അപ്പൊ അപ്പനോട് പറഞ്ഞു, അപ്പ എന്റെ വീതം തരണം, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. അപ്പന് നോ പറയാൻ ഒക്കുകയില്ല യഹൂദന്മാരുടെ നിയമം അനുസരിച്ച്. എന്നോടൊക്കെ ഒരാൾ പറഞ്ഞു, ഇത് മുടിയനായ പുത്രന്റെ കഥയല്ല, മുടിയനായ പിതാവിന്റെ കഥയാണ്. കാരണം ചെറുക്കം ചുമ്മാ വെളിവില്ലാത്ത ചെറുക്കം എന്ന് കഥ പറഞ്ഞോണ്ടേ അത് കൊടുത്ത് അപ്പനാണ് മുടിയൻ. നിങ്ങൾക്ക് യഹൂദന്മാരുടെ ചരിത്രം അറിയാൻ വയ്യാതെ, ബാക്ക്ഗ്രൗണ്ട് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പന് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അപ്പന് കൊടുത്തേ വെക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഹിസ് റൈറ്റ്. അപ്പോ അവരങ്ങനെ കിട്ടി, ചോദിച്ചു, വാങ്ങി. പക്ഷെ എന്തുകൊണ്ട് അവൻ ചോദിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഹി വാസ് ടയർഡ് ഓഫ് ഹോം ലൈഫ്, ടയർഡ് ഓഫ് പേരന്റൽ അതോറിറ്റി, ടയർഡ് ഓഫ് റൂട്ടീൻ ലൈഫ്.
tired of the strict rules in the home, tired of his family standards, tired of the strict religious life. അങ്ങനെ പല കാരണം കൊണ്ട് അവൻ ടയർഡായിരിക്കും. അതുകൊണ്ട് അവൻ വിചാരിക്കും എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം എന്ന് വിചാരിച്ചു. അപ്പോ അവൻ പോയി. പക്ഷെ എന്താണ്, he knew about his rights but he couldn't handle his privileges. അവന്റെ പദവികൾ കൈകാര്യം ചെയ്യാനുള്ള മച്യൂരിറ്റി അവനുണ്ടായിരുന്നില്ല. കാശ് കയ്യിൽ കിട്ടി, ഇതെന്ത് ചെയ്യണമെന്ന് അവനറിയില്ല. അതുകൊണ്ട് അവൻ പോയി ദൂരദേശത്ത് പോയി എന്താ ചെയ്യുന്നത്, അവൻ കൂട്ടുകാരുമായിട്ട് കൂട്ടടിച്ച് കുടിച്ച് ദൂരത്തടിച്ച് തന്നെ കളഞ്ഞു. അത് ഈ പ്രായത്തിലുള്ളവരുടെ ഒരു കാര്യമാണ്. അവരുടെ അവകാശങ്ങളെ കുറിച്ച് അവർ ഭയങ്കര ബോധവാന്മാരാണ്. 13-14 വയസ്സുള്ള പിള്ളേരുടെ വീട്ടിൽ പറഞ്ഞാൽ അവർ തിരിച്ചു വാദിക്കും അവരുടെ അവകാശങ്ങളെ കുറിച്ച്. എന്നാൽ അവർ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്കുള്ള മച്യൂരിറ്റി ഇല്ലതാണ്. ഈ ധൂർത്തുപുത്രനും അതില്ലായിരുന്നു. കർത്താവ് അതൊന്നും പറഞ്ഞില്ല. അതൊന്നും കർത്താവ്, കാരണം കർത്താവിന്റെ പോയിന്റ് അതല്ല. മാനസാന്തരപ്പെടുന്നൊരു ഭാവിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാവും എന്നുള്ള കർത്താവിന്റെ പോയിന്റ്. എങ്കിലും ആ കഥ പറഞ്ഞപ്പോ ആ വഴികൾക്കിടയിൽ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെ, ഹി വാസ് അൺവില്ലിംഗ് ടു അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു യഹൂദ ഭവനത്തിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. അവരുടെ പ്രാർത്ഥനകള്, സിനഗോഗിലെ അറ്റൻഡൻസ്, വീട്ടിലെ വർക്ക്, ഇതെല്ലാം ഉണ്ട്. He wanted to move to a life where there is only privileges and no responsibility. പദവിയുടെ സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ, ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്തതായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് അവനെ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അവൻ പോയത്, അങ്ങനെ പോയത്. അപ്പൊ ചില വീടുകളിലും ഈ പ്രോബ്ലം തന്നെയുണ്ട്. ചില മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നതിൻ്റെ അകത്ത് ഓവർ സ്ട്രിക്റ്റുമായി പിള്ളേരെ കൊണ്ട് കണ്ടമാനം അങ്ങ് ജോലിയൊക്കെ ചെയ്ത്, ചില പിള്ളേർ അതൊക്കെ അങ്ങ് നിന്ന് കഴിയുകയും ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ചിലർ വീട് വിട്ടു പോവുകയോ ചെയ്യുന്നില്ല. പിള്ളേർ ഓടിപ്പോവുക. എന്താ അവർ ഓടിപ്പോകുന്നതിന് കാര്യം? വീട്ടിൽ ആഹാരം കൊടുക്കാത്തിട്ടൊന്നുമല്ല, നല്ല കാശുള്ള വീട്ടിലെ പിള്ളേർ ഇറങ്ങിപ്പോ ഓടിപ്പോകും, പോയിട്ട് തല്ലിപ്പൊളിയായിട്ട് ജീവിക്കും. കാരണം അവർ ഈ വീട്ടിലെ ഈ ഓവർ സ്ട്രിക്റ്റ് എന്ന് പറയുന്നത് അവർക്ക് ഒക്കുകയില്ല. അവർക്ക് അവിടെ എല്ലാം അപ്പന്റെ കാഴ്ചപ്പാടിൽ ഇവൻ ഒരു കഴിവില്ലാത്തവനാണ്, അവനെ കൊണ്ട് ജോലി ചെയ്യിക്കുക, നിർബന്ധിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളായ നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് അവൻ ചെയ്തത് എന്താണ്, അവന്റെ സ്വത്ത് വാങ്ങി വീട് വിട്ടു പോകും. അപ്പൊ നമുക്കറിയാം പിന്നുള്ള കാഴ്ചപ്പാട്. അപ്പൊ ചെറുപ്പക്കാരായിരിക്കുന്ന അനേകർക്കും ഇതേ പ്രോബ്ലം ഉണ്ട്. പഠിത്തം സംബന്ധിച്ചാകാം, വീട്ടിലെ ജോലികൾ സംബന്ധിച്ചാകാം, ഉത്തരവാദിത്തങ്ങൾ സംബന്ധിച്ചാകാം, സഭയിലെ വിശ്വാസികളുടെ നിർബന്ധം സംബന്ധിച്ചാകാം. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട് എന്ന് വെച്ച് നിങ്ങളുടെ അവകാശങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളതായിരിക്കുന്ന മച്യൂരിറ്റി നിങ്ങൾക്ക് ആയിട്ടില്ല. അത് സത്യമാണ്. അവകാശങ്ങളുണ്ട് എന്ന് വെച്ച് അവകാശങ്ങളെ കൈകാര്യം ചെയ്യാനുള്ളതായിരിക്കുന്ന മച്യൂരിറ്റി പലപ്പോഴും ആയിട്ടില്ല. ഈ ചെറുപ്പക്കാരൻ അതില്ലായിരുന്നു. അപ്പം കൊടുത്തു, അവൻ വിറ്റു, കാശാക്കി കൊണ്ടുപോയി. പക്ഷെ കൈകാര്യം ചെയ്യാൻ അവനെ കൊണ്ട് കഴിഞ്ഞോ? കൈകാര്യം ചെയ്യാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവസാനം എന്ത് ചെയ്തു, അവന്റെ എത്തിക്കൽ ആൻഡ് മോറൽ റെസ്പെക്ട് പോലും നഷ്ടപ്പെട്ടു. യഹൂദൻ ഒരിക്കലും ഒരു പന്നിയെ തീറ്റാനായിട്ട് പോകില്ല. അവൻ അവസാനം എന്ത് ചെയ്തു, യഹൂദൻ ഏറ്റവും നിഷിദ്ധമായിരിക്കുന്ന പന്നി മേച്ചിൽ അവന്റെ ജോലിയായിട്ട് സ്വീകരിക്കാനും, അതും പന്നി തിന്നുന്നതായിരിക്കുന്ന തവിടല്ലേ വളവരെ എന്തോ ആകണ്ട, അതും ഒരുപിടി വാരി തിന്നാൻ അവൻ ആഗ്രഹിച്ചു. അവന്റെ സ്റ്റാൻഡേർഡിൽ എവിടെ വരെ അവൻ വന്നു. പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നോക്കണം, നിങ്ങളുടെ വീട്ടിൽ സ്ട്രിക്റ്റ് ആണെന്ന് വെച്ചാൽ ആ സ്ട്രിക്റ്റ്നെസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം, ഡാഡി വിചാരിക്കുന്നതിനേക്കാൾ മച്യൂരിറ്റി എനിക്കുണ്ട് കേട്ടോ. അതെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, എൻ്റെ അപ്പച്ചൻ്റെ 1 കിലോ പഞ്ചസാര വാങ്ങിക്കാൻ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തും 1 കിലോ പഞ്ചസാര മോനെ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞ അപ്പച്ച ഒരു തുണ്ട് കടലാസ് എടുത്ത്, ഈ വരുന്ന എൻ്റെ മകന്റെ കൈവശം 1 കിലോ പഞ്ചസാര കൊടുത്തയക്കണം, ഞാൻ 10 രൂപ കൊടുത്തയക്കുന്നുണ്ട്, ബാക്കിയും എന്നെ തിട്ടപ്പെടുത്തി കൊടുത്തയക്കണം എന്ന് എഴുതി തരും. ഞാനത് വായിച്ചു വലിച്ചു കീറിച്ച് കളയും, ഈ വരുന്ന എൻ്റെ മകന്റെ കൈവശം. അപ്പൊ അപ്പച്ചനന്ന് മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 10ാം ക്ലാസ് വരെ പഠിച്ച ഈ മകൻ 1 കിലോ പഞ്ചസാര വാങ്ങാനുള്ള മച്യൂരിറ്റി ഇല്ലെന്നുള്ളത്. എനിക്ക് മച്യൂരിറ്റി ഉണ്ടെന്ന് അപ്പച്ചനോട് പറഞ്ഞ് വാദിച്ച അപ്പച്ചൻ പറഞ്ഞ, കണ്ടില്ലേ നിനക്ക് മച്യൂരിറ്റി ഇല്ലെന്നുള്ള ലക്ഷണമാണ് നീ ഇപ്പൊ എന്നോട് വാദിക്കുന്നു പറയും. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, അപ്പച്ചനോട് അത് പറയണ്ട, അത് വലിച്ചീര് കളഞ്ഞ എന്റെ മച്യൂരിറ്റി അങ്ങ് എക്സർസൈസ് ചെയ്താൽ മതി. അപ്പൊ അപ്പച്ചന് സന്തോഷമായി, കണ്ടില്ല ഞാൻ എഴുത്ത് കൊടുത്തയച്ചുകൊണ്ട് അമ്മച്ചാരും വചനം തന്നു.
എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പച്ചന്റെ എഴുത്ത് അതിനുവേണ്ട ശ്രദ്ധ ഞാൻ ബഹുമാനപൂർവ്വം വിട്ടിട്ടുണ്ട്. അപ്പോ ചില വീടുകളിൽ ഇതൊക്കെ ഒരു പ്രശ്നമാണ്, പ്രായോഗിക പ്രശ്നമാണ് ചെറുപ്പക്കാരെ സംബന്ധിച്ച്. അതെ. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളോട് ഞാൻ പറയും, നിങ്ങൾ മക്കളെ വളർത്തുമ്പോൾ അവരെ എത്രയും വേഗം 4 വയസ്സുള്ള ഒരു കുഞ്ഞിന് 3 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാം. 4 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് കടയിൽ പോകുമ്പോൾ മോനിഷ്ടമുള്ള ഉടുപ്പ് എടുത്തോളാൻ പറയാം. അവൻ തിരക്കും, മോനെ അത് വേണ്ട, അതിന്റെ നിറം നോക്കിക്കുന്നത്, നീ അത് കണ്ടാൽ നീ ഒരു മാർസിസ്റ്റുകാരനാണെന്ന് തോന്നും, അല്ലെങ്കിൽ അതിന്റെ തയ്യൽ നോക്കിക്കുന്നത് പെട്ടെന്ന് തൈലപ്പെടുന്നതാണ്, നീ വേറെ നിർത്തും. അപ്പൊ അവനെ പർച്ചേസ് ചെയ്യാനുള്ളത് ട്രെയിനിങ്ങും കുട്ടികൾക്ക് കൊടുക്കാം. ഹൗ ടു സെലക്ട്. അവന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അവനെടുത്തായിരിക്കുന്ന ഡ്രസ്സ് അവനെടുത്താൽ. അവൻ ഒരു ഉടുപ്പ് വാങ്ങിച്ചോണ്ട് കൊടുത്തേച്ച് നീ ഇട്ടോ എന്ന് പറഞ്ഞാല് ഞാനൊക്കെ പറഞ്ഞ കോളേജിൽ BSc പഠിക്കുന്ന സമയത്ത് പോലും ഞാൻ എനിക്കൊരു ഷർട്ട് വാങ്ങിച്ചിട്ടില്ല. അപ്പച്ചൻ ഒരു മീറ്റർ തുണി വാങ്ങിച്ചിട്ട് തരും. അവിടെ ഒരു തയ്യക്കാരുണ്ടായിരുന്ന അയാളെ കൊണ്ടു കൊടുക്കും, അയാൾ അത് തയ്ച്ചു തരും. അങ്ങനെ ഞാൻ ഉൾപ്പെട്ടിട്ടുള്ളൂ. കാരണം അപ്പച്ചൻ ഒരിക്കലും എനിക്കതിനുള്ള കഴിവുണ്ടെന്ന് അപ്പച്ചൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് കഴിവുണ്ടായിരുന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നു, എനിക്കും അറിയാമായിരുന്നു. മാത്രമല്ല എൻ്റെ ഉള്ള മറ്റവർക്കും അറിയാമായിരുന്നു ഞാൻ വിളിക്കാനെന്നുള്ള കാര്യം. അത് വേറൊരു വിഷയമാണ്. അപ്പൊ ചില സമയങ്ങളിൽ മാതാപിതാക്കന്മാർ നമ്മുടെ കഴിവിനെ കുറിച്ച് ബോധ്യത ഇല്ലെങ്കിൽ നമ്മൾ അവരോട് വയസ്സൊന്നും കെട്ടരുത്. ഇതിനകത്ത് കാര്യമൊന്നുമില്ല. പക്ഷേ നാം നമ്മുടെ കാര്യങ്ങൾ ശരിക്കും നോക്കാനുള്ളതായിരിക്കുന്ന വേണം. അതുപോലെ വേറെ ഒരു സ്റ്റോറിയാണ് ഈ അമ്നോന്റെ സ്റ്റോറി. നമുക്കറിയാമല്ലോ, ദാവീദിന്റെ ഒരു മകനാണ് അമ്നോൻ. അമ്നോന്റെ ഒരു സഹോദരിയാണ്, സ്വന്തം ഭാര്യയിൽ നിന്ന് അമ്മയിൽ നിന്നല്ല, ആണ് താമാറാണ്. കഥയൊക്കെ അറിയാം, ഞാൻ കഥ പറയുന്നില്ല. എന്തായിരുന്നു അവന്റെ പ്രശ്നം എന്ന് പറയുന്നത്? അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് ഓവർ റീസൺ. അതായിരുന്നു അവന്റെ മെയിൻ പ്രോബ്ലം. ഹിസ് ഫീലിങ്സ് വെർ ഓവർ ഹിസ് റീസൺ. റീസൺ എന്താണ്? സഹോദരിയുമായി ലൈംഗിക ബന്ധം പുലർത്തുന്ന പാപമാണ്, ബലാത്സംഗം ചെയ്യുന്ന പാപമാണ്. അത് റീസണാണ്. പക്ഷെ അവനുള്ളത് എന്താ? ഫീലിങ്സ് ആണ്. ഇപ്പം അല്ലെ ഞാൻ ചത്തുപോകുന്ന അല്ലേ? അവന്റെ കൂട്ടുകാരൻ വന്ന് ചോദിച്ച, കുമാര പറ, നീ എന്താ ഇങ്ങനെ ക്ഷീണിച്ച് വരുന്നത്? ദാറ്റ് വാസ് ഹിസ് പ്രോബ്ലം. അപ്പോ അത് മനസ്സിലാക്കാനുള്ളതായിരിക്കുന്ന മെച്യൂരിറ്റി ചിലപ്പോ ചില ചെറുപ്പക്കാർക്കില്ല. അമ്നനെ പോലുള്ള ചെറുപ്പക്കാരുണ്ട്. വാട്ട് ഈസ് ദ റൈറ്റ്? ഫീലിങ്സ് അല്ല നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്, നമ്മളെ ലീഡ് ചെയ്യേണ്ടത്, നമ്മളെ നയിക്കേണ്ടത് നമ്മുടെ ഫീലിങ്സ് അല്ല, നമ്മുടെ റീസൺ ആണ്. എന്ന് പറയുന്നത് നമ്മൾ റാഷണലിസ്റ്റ് ആകണമെന്നല്ല, അതിനെ തെറ്റിദ്ധരിക്കരുത്. നാം ഏതൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതിനൊരു റീസൺ ഇല്ലേ, അതിനൊരു ന്യായമില്ലേ? ഷീ ഈസ് മൈ സിസ്റ്റർ. ആ സിസ്റ്ററെ ഞാൻ ബഹുമാനിക്കണം. അവളെ കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ അശുദ്ധമാണ്, തെറ്റാണ്, ദൈവം വിലക്കുന്ന ചിന്തകളാണ്. അപ്പൊ അതൊന്നും അവനില്ല. അവൻ മാൽ മുഴുത്തു എന്നാണ്. മാൽ മുഴുത്തു, തെറ്റ്. അതവന്റെ ഒരു പ്രോബ്ലം. രണ്ടാമത് അവന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് വിത്തൗട്ട് വാല്യൂസ്. ദാവീദിന്റെ ഒരു ഇളയപ്പനാണ്. ഇളയപ്പൻ മാത്രമല്ലെന്നാ പറയുന്നത്, അതേക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുള്ള ആളുകൾ പറയുന്നത്, ദാവീദ് ഊരിയാവിന്റെ ഭാര്യ എടുത്തില്ലേ? ഊരിയാവിന്റെ ഭാര്യയുടെ പേരെന്തുമായിരുന്നു? ബേത്ശേബയുടെ ഒരു അമ്മാവനുമായിട്ടുമായിരുന്നു അവരുടെ ഈ മനുഷ്യൻ. അതുകൊണ്ട് അവനങ്ങനെ കണക്ക് കൂട്ടിയിരുന്നു, ഇവന്റെ കുടുംബവും ഞാൻ നശിപ്പിക്കുമെന്ന് എന്നാണ് ചില ചരിത്രകാരന്മാർ പറഞ്ഞത്. റെഫറൻസും ഞാൻ ഓർക്കുന്നില്ല, ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോ ഒരു നല്ല ഫ്രണ്ടല്ല. അവനിങ്ങനെ അവസരം നോക്കി നടക്കുക, ദാവീദിന്റെ കുടുംബത്തെ എവിടെ കൊണ്ടിട്ട് പൊട്ടിക്കാം. അതുകൊണ്ട് എന്താ പറയുന്നത്? അമ്നോൻ കൊല്ലപ്പെട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആര് കൊല്ലപ്പെട്ടു? അബ്ശാലോം കൊല്ലപ്പെട്ടു. ഇതൊക്കെ ആ കുടുംബത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. അപ്പൊ തെറ്റായിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ്. അവന്റെ അപ്പന്റെ പ്രായമുള്ള ഒരാളുമായിട്ടാണോ അവൻ കൂട്ടുകൂടേണ്ടത്? ആ കൂട്ടുകെട്ട് ആണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ആണെങ്കിൽ തന്നെ തെറ്റായ വാല്യൂ ഉള്ള ഒരു മനുഷ്യനാണ്. സ്കീമിങ് വിത്തൗട്ട് ബൗണ്ടറീസ്. അതിരുകളൊന്നും വെച്ചില്ല. എന്റെ പെങ്ങൾ വടയുണ്ടാക്കി തരണമെന്ന് പറഞ്ഞു, അതിനെന്താ കുഴപ്പം? എല്ലാരും പുറത്താക്കിയിട്ട് അവൾ എന്റെ ബെഡ്റൂമിൽ വടയെ കൊണ്ടുവന്ന് എന്നെ തീറ്റിക്കണമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത്
അതുപോലെ ഫോഴ്സ് ഓവർ റെസ്പെക്ട്. അവൾ ബെഗ് ചെയ്തു, സഹോദര എന്നെ അപമാനിക്കരുത്. ബട്ട് ഹി ഫോഴ്സ്ഡ് ഹെർ. എന്നിട്ടെന്ത്? അവന്റെ മനസാക്ഷിയുടെ ഹേമത്തിന് അവൻ ഭംഗിയില്ല. ഹി ഹേറ്റഡ് ഓവർ ഹിസ് കോൺഷ്യൻസ്. ഇനി താമാറിനെ സംബന്ധിച്ചോ, ഞാൻ പറയാം, ഷി വാസ് കെയർലെസ് ഓർ ഇംപ്രൂഡന്റ്. സഹോദരൻ വട ഉണ്ടാക്കി കൊടുത്തതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എല്ലാവരെയും പുറത്താക്കുക അവൾ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവൾ എന്ത് ചെയ്യണം? എല്ലാവരും പുറത്ത് പോയിട്ടുണ്ട്, അവളും പോകണമായിരുന്നു. അവൾ ഉടനെ നിശ്ചയിക്കണം there is some wrong intention. അതുപോലെ അവൾക്ക് കരയാമായിരുന്നു. അവൾ പിന്നെ കരഞ്ഞത്. അവളേതാ ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് അവൾ കരഞ്ഞും കൊണ്ടാ പോയത്. അവൾ എപ്പോഴായിരുന്നു കരയേണ്ടത്? അന്നേരം കരയണമായിരുന്നു. ആൾ ഓടി വന്നു കഴിഞ്ഞാൽ. ആ വീട്ടിൽ അമ്മ മാത്രമല്ല താമസിച്ചത്. അവൾ അപ്പൊ കരഞ്ഞില്ല. ഷീ ക്രൈഡ് ലേറ്റർ. അപ്പൊ അവിടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇനി ദാവീദിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ദാവീദിന് പറഞ്ഞേ. ദാവീദിന് മനസ്സിലാക്കണം, ഇപ്പൊ താമാറി എന്ന് അപ്പം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവൻ ഇന്നത്തൊക്കെ രോഗം ഇവനുണ്ടെന്ന് പറഞ്ഞാലത് വല്ലാത്ത രോഗമാണ്. താമാർ വീട്ടിൽ നിന്ന് വട ഉണ്ടാക്കി ആരെങ്കിലും കൊടുത്തയച്ചാ പോരെ? താമാർ നല്ല പാചകക്കാരിയാണെങ്കിൽ പോരെ? അതൊന്നും അല്ല. താമാർ വന്നിട്ട് തന്റെ മുന്നിൽ വെച്ച് വടയുണ്ടാക്കി ചട്ടിയോട് കൊണ്ടുവന്ന് തന്റെ ഇടയിൽ വെച്ചിട്ട് എല്ലാവരെയും പുറത്താക്കിയിട്ട് താനും താമാറും മാത്രമുള്ള ഒരു സാഹചര്യം സൃഷ്ടി ചെയ്തിട്ട് അവിടുന്ന് കഴിക്കണം. അതിലൊക്കെ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിരുന്നു. ദാവീദിനെ പറ്റി പറയുന്നത്, ദാവീദ് അമ്നോനെ ഒരിക്കലും ശാസിച്ചില്ലെന്ന അതേക്കുറിച്ച് പറയുന്നു. ദാവീദ് ഒരിക്കലും അവന് ബുദ്ധിമുട്ടുണ്ടാകും, സങ്കടമുണ്ടാകും എന്ന് വെച്ച് അമ്നോനെ ഒരിക്കലും ശാസിച്ചിരുന്നില്ല. അതെ. അതുപോലെ അമ്നോന്റെ മക്കളെ, ദാവീദിന്റെ മക്കളെ ഒന്നും ദാവീദ് അറിഞ്ഞിരുന്നില്ല. അബ്ശാലോമിനെ അറിഞ്ഞോ? അബ്ശാലോമിനെ അറിഞ്ഞില്ല. എന്നാൽ അമ്നോൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോ എന്തോ ഇതിനകത്തുണ്ട്. പഴയ ചരിത്രമൊക്കെ അറിയാമല്ലോ ദാവീദിന്. ഇതിനകത്ത് എന്തോ കളികൾ ഉണ്ടെന്നുള്ളത്. തന്റെ പെൺപിള്ളേരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിലും ദാവീദ് പരാജയമായിരുന്നു. പിന്നെ ദാവീദിന് ഇക്കാര്യങ്ങളൊന്നും ഒരുപാട് പറയാനായിട്ട് സാധിക്കില്ല. എന്ന് മാത്രമല്ല, ഇതെല്ലാം അറിഞ്ഞപ്പോ പറയുന്നത് ദാവീദ് കോപിച്ചു എന്നാണ്. അബ്ശാലോമിനെതിരെ കോപിച്ചു, അതേ ഉള്ളൂ. പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിച്ചില്ല, കോപിച്ചതേ ഉള്ളൂ. ദാവീദ് അതേക്കുറിച്ച് ഒന്നും ചെയ്തില്ല. അബ്ശാലോമിനെ സംബന്ധിച്ചാണ് ഹി വാസ് വെരി കാൽക്കുലേറ്റഡ് ടു റിവെഞ്ച്. ആകട്ടെ സഹോദരി, അവൻ നിന്റെ സഹോദരനല്ലോ, നീ ഇത് ആരോടും പറയേണ്ട, മനസ്സിൽ വെച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ അതിന് പ്രതികാരം ചെയ്യും. ദാവീദിന്റെ ഇളയപ്പൻ അതേക്കുറിച്ച് പറഞ്ഞത്, അന്നേ അവന്റെ മുഖത്ത് ഇത് കാണാനുണ്ടായിരുന്നു. ദാവീദിനോട് പറഞ്ഞത് അന്നേ അവന്റെ മുഖത്ത് ഈ കൊലപാതകം ചെയ്യുമെന്നുള്ളത് കാണാനുണ്ടായിരുന്നു. ആർക്ക് കാണാനുണ്ടായിരുന്നു? ശരിയായില്ല. പിന്നെ ജോസഫിനെ പറ്റി അറിയാൻ വേറൊരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. ഞാൻ ഒരുപാട് പറയേണ്ട. ജോസഫ് എന്തോ ഒരു പാപം ചെയ്യാൻ ഇത്രയും അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം വേറെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടായി. പാപം ചെയ്യാൻ ഒരു സ്ത്രീ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, ഭർത്താവ് ആ വീട്ടിലില്ല. ആബ്സല്യൂട്ട്ലി ഐഡിയൽ സിറ്റുവേഷൻ. പക്ഷെ ജോസഫ് എന്താ പറഞ്ഞത്? ഈ പാപം ഞാൻ ദൈവത്തിനെതിരെ, ദാറ്റ് ഈസ് വാല്യൂ സിസ്റ്റം. അപ്പൊ ദൈവം ഇത് കാണുന്നു. ഈ പാവം ഞാൻ പൊത്തിഫേറിനെതിരെ ചെയ്യുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിനെതിരെയാണ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കുന്ന കൺവിക്ഷൻ ജോസഫിനുണ്ടായിരുന്നു. അതെ. ദാനിയേലിനെ നോക്ക്. ദാനിയേലും എന്തെല്ലാം സാഹചര്യം കൂടെ വന്നു. ആഹാരം സംബന്ധിച്ച് ദാനിയേൽ ചെയ്ത തീരുമാനങ്ങള്, അതുപോലെ വിഗ്രഹാരാധന സംബന്ധിച്ച് ദാനിയേൽ ചെയ്ത തീരുമാനങ്ങള്, പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞെങ്കിലും പ്രാർത്ഥനയെ സംബന്ധിച്ച് ദാനിയേൽ ചെയ്ത തീരുമാനങ്ങളൊക്കെ നോക്കുമ്പോൾ ദാനിയേൽ വാസ് എ യങ് മാൻ. എത്ര വയസ്സായി? 30 വയസ്സ് കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ചിലപ്പോൾ അതിൽ താഴെ ആയിരിക്കും. ദാനിയേലൊക്കെ വളരെ ഫേമായിട്ടുള്ളതായിരിക്കുന്ന വാല്യൂസ് ഉള്ള ആളുകളായിരുന്നു. അവരെ ഒന്നും പിടിച്ചു വലിക്കാനും വളയ്ക്കാനും ഒന്നും സാധിക്കുമായിരുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ പിടിച്ചു വളയ്ക്കാൻ എന്തോരം എളുപ്പമാണ്. സാംസൺ, ഞാൻ സാംസനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ദൈവത്തിന്റെ വിശ്വാസവീരനായിരുന്നു. കാരണം എബ്രായ ലേഖനത്തിൽ പറയുന്ന ശിംശോൻ, ബാരാക്ക് മുതലായവര് പറയാൻ സമയമില്ലെന്നാ പറഞ്ഞത് വിശ്വാസവീരന്മാരുണ്ട്. സാംസൺ വിശ്വാസവീരനല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അശുദ്ധവീരനുമായിരുന്നു.
ഒരു ഭാഗത്ത് വിശ്വാസവും ഒരു ഭാഗത്ത് അശുദ്ധി. നമ്മുടെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും, ഞാൻ ആദ്യം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ നിങ്ങളുടെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആയിട്ടുണ്ടെങ്കിൽ സാഹചര്യത്തിൽ നിങ്ങളെ തെറ്റിക്കാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങളല്ല നിങ്ങളെ തെറ്റിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രമാണമില്ലായ്മയാണ് തെറ്റിക്കുന്നത്. ഈ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നതും ഫേസ് ചെയ്യുന്നതുമായിരിക്കുന്ന പ്രമാണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും രൂപപ്പെടുത്തിയെടുത്തിട്ടില്ല. ദാനിയേലിനും ജോസഫിനും ഒക്കെ ഉണ്ടായിരുന്നത് എന്താണെന്നറിയാമോ? പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നപ്പോഴും പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു, ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത്. അമ്നോനും അബ്ശാലോമിനും അവർക്കൊക്കെ ഇല്ലാതിരുന്നത് എന്താണ്? പ്രമാണങ്ങളില്ലായിരുന്നു. സാഹചര്യങ്ങൾക്ക് അവര് അടിമകളായിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ഇവിടെ പ്രായമുള്ള ചെറുപ്പക്കാരെന്ന് പറയാവുന്നവരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സതീർത്ഥ്യ സമൃദ്ധം ഒന്നും പാപം ചെയ്യുന്ന ന്യായീകരണമല്ല. നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങൾ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, എനിക്ക് പ്രമാണമില്ലാത്തവനായി പോയി, ഞാനിത് ചെയ്തല്ലോ, എനിക്ക് അയ്യോ കഷ്ടം, അത് പറയാനിടയാകാതിരിക്കേണ്ടതിന് നിങ്ങൾ കോളേജിലും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ വ്യക്തമായ പ്രമാണങ്ങൾ ജീവിതത്തിലുള്ളവരായിട്ട് പോകണം. നിങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കണം, മറ്റുള്ളവർ നിങ്ങളെ സ്വാധീനിക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഇതായിരിക്കണം. ഐ വിൽ ഹെൽപ്പ് അതേഴ്സ്, ഐ വിൽ ഇൻഫ്ലുവൻസ് അതേഴ്സ്. പക്ഷേ മറ്റുള്ളവരെന്നെ തെറ്റായി സ്വാധീനിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. എൻ്റെ മോറൽ സ്റ്റാൻഡേർഡ്സ് ഒരിക്കലും ഞാൻ അതിൽ കോംപ്രമൈസ് ചെയ്യില്ല. എൻ്റെ ധാർമ്മിക നിലവാരം സംബന്ധിച്ച് ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യില്ല. എൻ്റെ ആത്മീയ നിലവാരം സംബന്ധിച്ച് ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യില്ല. എൻ്റെ വിദ്യാഭ്യാസത്തിന് എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഞാനൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് എനിക്ക് ലക്ഷ്യമുണ്ട്. ഞാനൊരു സ്കൂൾ തിരഞ്ഞെടുക്കുന്നതിന് എനിക്ക് ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാതെ ഒരു കാര്യവും ചെയ്യരുത്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം നിങ്ങളെ ആ നിലയിൽ സഹായിക്കട്ടെ. ശരിയായ തീരുമാനങ്ങൾ ശരിയായ നിലയിൽ എടുക്കുവാനായിട്ട് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ.